ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. ഈ മാസത്തെ മീറ്റിംഗ് നമുക്ക് ഫസ്റ്റ് റെക്കമെൻഡേഷൻസോടെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ മാസം കൊടുത്തിരിക്കുന്ന റെക്കമെൻഡേഷൻസ് ആദ്യം മാരുതി സുസുക്കിയാണ്. ഓവറോൾ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ ഒരു സ്ലോ ഡൗൺ ഉണ്ടെങ്കിലും മാരുതി നല്ല സെയിൽസും അതുപോലെ ഇപ്രാവശ്യം നല്ല റിസൾട്ട്സും കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പ്രോഫിറ്റാണ്. കാരണം മാരുതി പൊതുവെ ഡിമാൻഡ് ഉണ്ട്. മുമ്പ് നമുക്ക് അറിയാവുന്ന പോലെ കൂടുതലും ഡീസൽ കാറിനായിരുന്നു ഡിമാൻഡ്. കാരണം ഡീസലിന് പെട്രോളിൻ്റെ ഗ്യാപ്പ് കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടും ഡീകൺട്രോൾ ആയതോടെ ഇപ്പോൾ പെട്രോൾ ഓട്ടോമൊബൈലിനാണ് കൂടുതൽ, കാസിനാണ് കൂടുതൽ ഡിമാൻഡ് വരുന്നുണ്ട്. നിങ്ങൾക്കറിയുന്ന പോലെ മാരുതി കൂടുതലും പെട്രോൾ കാർസാണ് ചെയ്യുന്നത്. അതുപോലെ ജാപ്പനീസ് എൻ ഒരുപാട് ഡിപ്രീഷിയേറ്റഡ് ഉണ്ട് റുപ്പി വെച്ച് നോക്കുമ്പോൾ. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഇവർക്ക് കിട്ടുന്നുണ്ട്. കാര്യം കൂടുതൽ പാർട്സ് അവർ ജാപ്പനീസ് പാർട്സ് ആണ്. അപ്പം ജപ്പാനിൽ ഈ ക്വാണ്ടിറ്റീസിങ് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് ജനറലി ജാപ്പനീസ് ആൻഡ് ഇന്ത്യൻ റുപ്പി ആ ഒരു ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ബെനിഫിറ്റ് മാരുതി സുസുക്കി പോലുള്ള കമ്പനിക്ക് കിട്ടുന്നതാണ്. നല്ല പ്രോഫിറ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹീറോ ഹോണ്ടയൊക്കെ ആവറേജ് പ്രോഫിറ്റ് ആയിരുന്നു, പക്ഷേ നല്ല പ്രോഫിറ്റ് ഉള്ള ഒരു കമ്പനിയാണ്. ഇനി അവരുടെ എക്സ്പാൻഷൻ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പം ഫർദറായിട്ട് നല്ലൊരു അപ്രിഷ്യേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഓട്ടോ ഷെയറാണ് മാരുതി സുസുക്കി, നമുക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ സെക്കൻഡ് നമ്മൾ കൊടുത്തിരുന്നത് BEL ആണ്. നമ്മൾ ഈ ഡിഫൻസ് സെക്ടറിലെ BEL-ഉം സെൻറ്റം ഇലക്ട്രോണിക്സും കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഈ റീസെൻ്റ് ആയിട്ട് വന്ന ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ 1,10,000 crores ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. മിനിസ്ട്രി വന്ന് അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഡിഫൻസിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഓർഡേഴ്സൊക്കെ ഇനി സബ്മിറ്റ് ചെയ്ത് തുടങ്ങും. ആസ് ഇറ്റ് ഈസ് വന്ന് ഇവർക്ക് ബിസിനസ് മ്യൂട്ടഡ് ആണ്. പക്ഷേ ഇനി ഈ 1,10,000 crores ഓർഡേഴ്സ് വരുമ്പോൾ കൂടുതലും ഇതുപോലത്തെ ഇന്ത്യ ഡൊമസ്റ്റിക് കമ്പനീസാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഈ മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്ട്സിന് നല്ല സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സെക്ടറാണ് ഡിഫൻസ്. കാര്യം ഡിഫൻസിൽ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് വളരെ കുറവാണ്. പെർസെൻറ്റേജ് വൈസ് വളരെ കുറവായതുകൊണ്ട് നമുക്ക് കൂടുതലും അതിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഈ മേക്ക് ഇന്ത്യ പ്രോജക്റ്റും സക്സസ് ആവും. അതുപോലെ ഇന്ത്യൻ കമ്പനീസിൻ്റെ ഈ മാനുഫാക്ചറിങ്ങും നല്ല രീതിയിൽ റിവൈവ് ആവും. ഇപ്പം BEL പോലുള്ള കമ്പനീസ് നല്ല ഓർഡർ കിട്ടുന്നതാണ്. ഓർഡർ കിട്ടുന്നതനുസരിച്ച് ഈ സ്റ്റോക്സിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള ഷെയർസൊക്കെ ഇപ്പം നല്ലൊരു അട്രാക്റ്റീവാണ്. ഒരുപാട് ഷെയർസ് നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ വന്ന ഒരു IPO-യിൽ വന്നാണ് ഈ ശാരദ ക്രോപ്കെം എന്ന് പറയുന്നത്. ഒരു 400 rupees വരെ അത് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല അത് ഡൗൺ സൈഡ് വന്നിട്ട് ഇപ്പോൾ 300 റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. പൊതുവെ ഈ അഗ്രി കമോഡിറ്റി ഷെയർസൊക്കെ വളരെ കുറവാണ്, മീൻസ് കമ്പനീസ് കുറവാണ്. കാര്യം ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്. ഈ പെസ്റ്റിസൈഡ്സ് അതുപോലെ ഇതുപോലത്തെ ഇൻസെക്ടിസൈഡ് അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് റെഗുലേഷൻ ഉണ്ട്. ഇവർക്ക് എക്സ്പോർട്ടിങ്ങും ഉണ്ട്. യൂറോപ്പിലൊക്കെ നല്ല രീതിയിൽ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള കമ്പനീസ് എപ്പോഴും നല്ല വാല്യൂവിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഗ്രോത്ത് നല്ല രീതിയിൽ വരുന്നതാണ് ഇവരുടെ ഒരു മാനേജ്മെൻറ്റ് കമൻട്രി പറയുന്നുണ്ട്. നെക്സ്റ്റ് 2 to 3 years നല്ല ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപ്രീസിയേഷൻ നമ്മുടെ ഷെയർസിൽ നേരത്തെ തന്നെ കണ്ടു തുടങ്ങും. നമുക്ക് ഈ ലെവലിൽ തന്നെ മേടിക്കാവുന്ന ഒരു കമ്പനിയാണ് ശാരദ ക്രോപ്കെം. പിന്നെ നമ്മൾ ഒരു IT ഷെയർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ജനറലി ഇപ്പോൾ റുപ്പി കുറച്ച് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ അറിയുന്ന പോലെ 62-ലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 63, 64 വരെ പോയി. ഇന്നലെ 64 പോയിട്ട് കുറച്ച് പുൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പൊതുവേ ഈ IT എക്സ്പോർട്ടിങ് സെക്ടേഴ്സൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് തുടങ്ങും. അപ്പോൾ നമുക്ക് ആ ഒരു ആംഗിളിലും ഒരു IT കമ്പനി നോക്കുകയാണെങ്കിൽ ഇപ്പം ലാർജ് ക്യാപ്പ് IT ഒക്കെ ഒരുപാടുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ടൊക്കെ ഒരു വലിയ റിസൾട്ട് എന്ന് പറയാൻ പറ്റില്ല, മ്യൂട്ടഡ് റിസൾട്ടായിരുന്നു. മിഡ് ക്യാപ്പ് IT വെച്ച് നോക്കുമ്പോൾ സെൻസാർട്ടൊക്കെ ഒരു നല്ല റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഡിവിഡൻറ്റും പേയിങ് കമ്പനിയാണ്. ഇപ്പോൾ വാല്യുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അട്രാക്റ്റീവ് ആണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മിഡ് ക്യാപ്പ് IT നമുക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് നവീൻ ഫ്ലോറിൻ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇത് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എന്ന് പറയും. ഇതിൽ ഫ്ലോറൈഡാണ് ഇവരുടെ ഫ്ലോറൈഡായിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് ആണ്. അത് അഗ്രികൾച്ചറിൽ വരും, ഫാർമയിൽ വരും, അതുപോലെ ഡൈസ് അതുപോലത്തെ കെമിക്കൽസിലും വരും. അപ്പം ഇത് അതുപോലെ നമ്മൾ ഈ റെഫ്രിജറേറ്റർ അതുപോലെ AC-യിലൊക്കെ ഈ ഫ്ലൂറൈഡ് ഗ്യാസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലത്തെ കൂളൻ്റായിട്ടും ഈ ഫ്ലൂറിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫാർമയിലാണ് ഇവർ കൂടുതൽ ഗ്രോത്ത് നോക്കുന്നത്. കാര്യം ഫ്ലൂറൈഡായിട്ടുള്ള മോളിക്യൂൾസാണ് ഇപ്പം വേൾഡ് വൈഡായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഫാർമയിൽ ഈ ഇൻ്റർമീഡിയറ്റ് പ്രോഡക്ട്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഫ്ലൂറൈഡ്. അപ്പോൾ ഇവരുടെ ഗ്രോത്ത് കഴിഞ്ഞ 2 years ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഫാർമ സെക്ടറിലാണ് ഗ്രോത്ത് കുറച്ചായിട്ട് വരുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ കണ്ടിന്യൂ ആണെങ്കിൽ റിസൾട്ട് ബെറ്റർ ആവും. അപ്പോൾ ആ ഒരു ഫാർമ സെക്ടറിലോട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്ററിക്കൊക്കെ ഇത് നല്ലൊരു ഫ്യൂച്ചർ ആയിരിക്കും. അപ്പോൾ ആ ലെവലിൽ നമുക്കിത് മേടിക്കാവുന്നതാണ്. ഒരു നല്ല ഡിവിഡൻറ്റും കൊടുക്കുന്ന കമ്പനിയാണ്, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. ഈ ലെവലിൽ നമുക്ക് ഇത് മേടിക്കാവുന്നതാണ്.
അത് ഇനിയിപ്പോൾ കഴിഞ്ഞ മാസത്തിൻ്റെ ഇത് നോക്കാം, നമുക്ക് ഒരു റിവ്യൂ നോക്കാവുന്നതാണ്. കഴിഞ്ഞ മാസം നിങ്ങൾ അറിയുന്ന പോലെ മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇത് വന്ന് 7% കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചൊക്കെ IDFC കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഹോൾഡ് ചെയ്യാൻ, കാരണം IDFC ബാങ്ക് ഒക്ടോബർ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഒക്ടോബർ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നമുക്ക് അതിന് മുമ്പ് തന്നെ ഒരു റാലി കണ്ടു തുടങ്ങും. ഒരു ലോങ് ടൈമിൽ കുറച്ചായിട്ട് ഡൗൺ സൈഡ് വരുമ്പോൾ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയറാണ് IDFC. അത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഹിന്ദുസ്ഥാൻ സിംഗ് ആക്ച്വലി വലുതായിട്ട് ഇറങ്ങിയിട്ടില്ല, 1% അപ്പിലാണ് ഇരിക്കുന്നത്. അത് ഡൗൺ സൈഡ് വളരെ കുറഞ്ഞ ഷെയറാണ്. ഇപ്പോൾ ഒരു നല്ലൊരു റാലി വരുന്നുണ്ട്, അതിൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. അതിൽ TV2ടെയും കമ്പാരിറ്റീവ്ലി അതർ മീഡിയ സ്റ്റോക്സ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ആക്റ്റീവാണ് ഇപ്പം, അതും ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഈ ഗാർവറിയ വാൾഡ്രോപ്പ് നമ്മൾ പൊതുവെ ഈ ക്രൂഡിൻ്റെ ഒരു ഡൗൺ സൈഡ് ബെനിഫിറ്റാണ് കൊടുത്തത്. അതിൻ്റെ ബെനിഫിറ്റ്സ് ഇനി വന്നു തുടങ്ങും. അപ്പോൾ ഈ നെക്സ്റ്റ് റാലിയിൽ ഇത് കയറാൻ സാധ്യതയുള്ളതാണ്. അല്ല, സെൻറ്റം ഇലക്ട്രോണിക്സ് നേരത്തെ പറഞ്ഞ പോലെ ഡിഫൻസ് സെക്ടറിൽ ഈ ഓർഡേഴ്സൊക്കെ വന്നു തുടങ്ങുമ്പോൾ അപ്രീഷിയേറ്റ് ആവുന്ന ഒന്നാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ മാസത്തിൻ്റെ നോക്കുകയാണെങ്കിൽ 2 ഷെയർ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്, 3 ഷെയർസ് നെഗറ്റീവിലായി. ഒരു പൊതുവെ ഒരു മാർക്കറ്റിൻ്റെ ഡൗൺ ട്രെൻഡ് ഇതിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഹോൾഡ് ചെയ്യാനാണ്, എല്ലാം നല്ല ഫണ്ടമെൻ്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഷെയർസാണ് കൊടുത്തത്, ഹോൾഡ് ചെയ്യാനാണ്. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ മീറ്റിങ്ങിന് നമ്മൾ സെൻസെക്സ് വന്നിട്ട് 8,750 ലെവൽസിലായിരുന്നു കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേ മീറ്റിംഗ്. ആ സമയത്ത് നമ്മളൊരു ചാർട്ടെല്ലാം നോക്കിയിട്ട് ഞാൻ പറഞ്ഞിരുന്നത് മാർക്കറ്റ് ഇത്തിരി ഓവർ ബോട്ടാണ്, ഇവിടെ നിന്നൊരു കറക്ഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ട് ടോട്ടൽ ഫോളിൻ്റെ ഒരു 61.8% റീട്രേസ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു 8,800 മേളിൽ ഒരു നല്ല സ്ട്രോങ് ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാലേ മാർക്കറ്റ് മുകളിലോട്ട് പോവുള്ളൂ. അതുകൊണ്ട് കുറച്ച് പ്രോഫിറ്റുള്ള സ്റ്റോക്സ് എല്ലാം കുറച്ച് വിറ്റ് നിന്നിട്ട് പിന്നെ അത് മേളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് നോക്കി മേടിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മൺഡേ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ 8,800 ആയിരുന്നു നമ്മുടെ ലെവലെങ്കിൽ 8,840 വരെ മാർക്കറ്റ് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ലെവൽ കഴിഞ്ഞു, ഇനി നമുക്ക് പേടിക്കാനില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അത് ഇപ്പോൾ എപ്പോഴും മാർക്കറ്റ് ഇങ്ങനെയാണ്, ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ സപ്പോർട്ടിന് ജസ്റ്റ് താഴെ അടിച്ചിട്ട് തിരിച്ച് കയറും, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ റെസിസ്റ്റൻസ് മേളിൽ ശകലം പോയിട്ട് താഴെ വരും. അപ്പോൾ 8,840 വരെ പോയിട്ട് അടുത്ത ദിവസം 8,840 അടുത്ത ദിവസം തന്നെ അത് വീണ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ ഈ റീസെൻ്റായിട്ട് കണ്ടിട്ടുള്ളതിൽ വളരെ ഷാർപ്പായിട്ടുള്ളൊരു ഫോളായിരുന്നു. 8,840 ഏകദേശം 8,000 താഴെ വന്നു. എനിക്ക് തോന്നുന്നു ഡേ ബിഫോർ യെസ്റ്റർഡേ ഇറ്റ് വാസ് 7,994 വരെ വന്നിട്ട് പിന്നെ 8,000 ഒരു സൈക്കോളജിക്കൽ ബാരിയറാണ്. പിന്നെ അവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് ഒന്ന് ബൗൺസ് ബാക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ടെക്നിക്കലായിട്ടും അല്ലാതെയും കുറേ നെഗറ്റീവ് ഫാക്ടേഴ്സ് നമുക്ക് സർഫസ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്നാമത് നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലിൽ എക്കോണമിയുടെ റിക്കവറി പല IIP ഡേറ്റയും GDP ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കമ്പനീസിൻ്റെ റിസൾട്ട്സിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം 258 കമ്പനീസിൻ്റെ റിസൾട്ട്സ് ഈ ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട്സ് വന്നു കഴിഞ്ഞു. അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ക്വാർട്ടറിലെ റിസൾട്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പ്രീവിയസ് ക്വാർട്ടറിൽ 15% ഗ്രോത്ത് പ്രോഫിറ്റിലും ആൻഡ് 15% ഗ്രോത്ത് സെയിൽസിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതേ സമയത്ത് 15% സെയിൽസ് ഗ്രോത്ത് എന്നുള്ളത് ആ സെയിൽസ് ഗ്രോത്ത് -8% ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീ ഗ്രോത്തിനാണ് സെയിൽസ് കാണുന്നത്. അതേപോലെ പ്രോഫിറ്റ് നേരത്തെ 15% പ്രോഫിറ്റ് ഉണ്ടായിരുന്നത് അത് കുറഞ്ഞ് 6% ആയി. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എക്കോണമിക് റിക്കവറി അല്ലെന്നുണ്ടെങ്കിൽ മോഡി വേവ് എന്നെല്ലാം പറഞ്ഞിരുന്നുണ്ടെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി കമ്പനീസ് പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലല്ല കമ്പനീസിൻ്റെ ഷെയർസ് അല്ലെങ്കിൽ മാർക്കറ്റ് കയറത്തുള്ളൂ. അത് നമ്മളത് കാണുന്നില്ല. അപ്പോൾ റിസൾട്ട്സിൽ നമ്മൾ ഉദ്ദേശിച്ച് ഒരു ചേഞ്ച് കാണുന്നില്ല, കുറച്ച് നെഗറ്റീവായിട്ടുള്ള റിസൾട്ട്സാണ്. പിന്നെ ഗവൺമെൻറ് ഉദ്ദേശിച്ച പോലെയുള്ള ചില ബിൽസ് പാസ്സാക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അതിലൊന്ന് മറ്റേ ലാൻഡ് അക്വിസിഷൻ ബില്ലാണ്. അത് നമ്മുടെ ഒപ്പോസിഷൻ ആ പേരും പറഞ്ഞിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു. ഇപ്പോൾ രാജ്യസഭയിൽ മെജോറിറ്റി ഇല്ലാത്ത കാരണം. അപ്പോൾ അതുപോലെ ലാൻഡ് അക്വിസിഷൻ ബില്ല് പോലുള്ള ക്രൂഷ്യൽ ബിൽസ് ഗവൺമെൻറ്റിന് പാസ്സാക്കാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ ഈ MAT അല്ലെങ്കിൽ മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് എന്നുള്ള ഒരു കാര്യമാണ്, എല്ലാവർക്കും അവെയറാണ്, എന്നാലും ഞാനത് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. മൗറീഷ്യസിലും സിംഗപ്പൂരിലും ഒക്കെ തുടങ്ങുന്ന കമ്പനീസിന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാക്സ് കൊടുക്കണ്ട എന്നുള്ള ഒരു റൂളുണ്ട്, ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ അങ്ങനെ റൂളുണ്ട്. അപ്പം മനഃപൂർവ്വം കമ്പനികൾ ഇതിനു വേണ്ടി ആ ടാക്സ് ഫ്രീ സ്ഥലങ്ങളിൽ പോയിട്ട് അവരുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഓപ്പൺ ചെയ്തിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്.
ഇത് നേരത്തെയുള്ള റെട്രോസ്പെക്റ്റീവ് ടാക്സേഷൻ അതുമായിട്ട് ബന്ധമുള്ളതല്ല. അത് റെട്രോസ്പെക്റ്റീവ് ടാക്സേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ് വേറെ കമ്പനി മേടിച്ചതിൻ്റെ അതിൻ്റെ ടാക്സിൻ്റെ ഇഷ്യൂ ആണ്. ഇതെന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇല്ല എന്നുള്ളൊരു അസംഷനിലാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എല്ലാം നമ്മൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തു. 2008 ശേഷം ഒരുപാട് കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്തു, അവർ പ്രോഫിറ്റ് ഉണ്ടാക്കി, പ്രോഫിറ്റ് അവർ എടുത്തു പോയിട്ടുണ്ട്, പലത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ യൂറോപ്പിലും ചില രാജ്യങ്ങളിൽ നമുക്ക് ഇന്ത്യയിൽ ഓഫീസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്കും ടാക്സ് കൊടുക്കണ്ട എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നേരത്തെയുള്ള ഒരു അറിയിപ്പ്. പക്ഷേ റീസെൻ്റായിട്ട് അങ്ങനെ ടാക്സ് ഇല്ല എന്നുണ്ടെങ്കിലും ഇന്ത്യ ഒരു ടാക്സ് ഹെവൻ കൺട്രി അല്ല. യു ഹാവ് ടു പേ മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും നോട്ടീസ് കൊടുക്കും. മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് എന്ന് പറയുന്ന ക്യാപിറ്റൽ ഗെയിനിൻ്റെ 20% ആണ്. അപ്പം പെട്ടെന്ന് വന്നിട്ട് ഇപ്പം FISനൊരു ഇരിട്ടടി പോലെ ഇത് ഇത്രയും കാലം ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് നിങ്ങൾ റെട്രോസ്പെക്റ്റീവായിട്ട് കഴിഞ്ഞ് 2008 മുതൽ നിങ്ങൾ ഈ ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കുറേ FISന് പോയി. അപ്പോൾ FISന് ദേ ഓൾവേസ് വാണ്ട് എ ലെവൽ പ്ലേയിങ് ഫീൽഡ്. നിങ്ങൾ ടാക്സ് ഇപ്പോൾ 30% ടാക്സ് കൊടുക്കണമെങ്കിൽ അവർ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ നമ്മൾ തന്നെ കുറച്ച് കാലം നമ്മളിപ്പോൾ 30% ബ്രാക്കറ്റ് ടാക്സ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് നമുക്ക് നോട്ടീസ് അയക്കണം, ഞങ്ങൾ 30 വെച്ച് കൊടുത്താൽ പോരാ, നിങ്ങൾ 40 വെച്ച് കൊടുക്കണം. ദാറ്റ് നോബഡി വിൽ ലൈക്ക് ദാറ്റ്. അപ്പോൾ FISന് അത് വളരെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമായി. ആദ്യം പത്രത്തിൽ വന്ന റിപ്പോർട്ട് 40,000 കോടി രൂപ ടാക്സ് അടയ്ക്കണമെന്നുള്ളതാണ്. അങ്ങനെയാണ് റിപ്പോർട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ എത്ര നോക്കിയിട്ട് 40,000 കോടി രൂപ ക്യാപിറ്റൽ ഗെയിൻ വരണമെങ്കിൽ 2 ലക്ഷം കോടി രൂപ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലേ 40,000 കോടി ടാക്സ് വരത്തുള്ളൂ. ഞങ്ങൾ നോക്കിയിട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് FISന് ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് പോലും 2 ലക്ഷം കോടി രൂപ വന്നിട്ടില്ല. 2 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ ഇറ്റ് കംസ് ടു അറൗണ്ട് $35 ബില്യൺ. കഴിഞ്ഞ വർഷവും 2-3 വർഷം നോക്കുകയാണെങ്കിൽ നമ്മൾ 15 ബില്യനൊക്കെ വന്നിട്ടുള്ളൂ. അതിനുശേഷം ഒരു ക്ലാരിഫിക്കേഷൻ വന്നു, 600 കോടിയുടെ നോട്ടീസേ പോയിട്ടുള്ളൂ എന്ന്. ഇതൊക്കെ എല്ലാം കേൾക്കുന്ന ആൾക്കാർക്ക് നമുക്ക് തന്നെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവർ പറഞ്ഞത് ഞങ്ങൾ ഇത് നേരത്തെ പറഞ്ഞത് റുപ്പിയിലായിരുന്നു, അത് ഡോളറിൽ അവർ കൺവേർട്ട് ചെയ്തു. അപ്പം ഞങ്ങൾ റുപ്പിയിൽ ഡോളറിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലും 600 കോടി വന്നിട്ട് 40,000 കോടി ആവുന്നില്ല. അപ്പം സം അനോമിലിറ്റി കാണിച്ച കാരണം FIS സ്റ്റാർട്ടഡ് സെല്ലിങ്. FIS സെല്ല് ചെയ്യാനായിട്ട് 1-2 റീസൺസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിൾ റൊട്ടേഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഈ ചൈനീസ് മാർക്കറ്റ് ഒരു എമർജിങ് മാർക്കറ്റാണ്. വർഷങ്ങളായിട്ട് ചൈനീസ് മാർക്കറ്റ് അണ്ടർ പെർഫോം ചെയ്യുകയാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് മാർക്കറ്റാണ് ഈ കലണ്ടർ ഇയറിൽ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ ചൈനീസ് മാർക്കറ്റിൽ IPOs അവർ പ്രൈസ് ചെയ്യുന്നത് വളരെ ഫെയർ ആയിട്ടാണ് പ്രൈസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ചൈനീസ് മാർക്കറ്റിൽ ഇപ്പോൾ സ്റ്റീൽ കമ്പനിയുടെ ഒരു IPO വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റീൽ കമ്പനീസൊക്കെ എന്ത് PE റേഷ്യോയിലാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് നോക്കും. അപ്പോൾ 15 PE റേഷ്യോയിലാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചൈനീസ് ഗവൺമെൻറ് വിൽ അലൗ ദം ടു പ്രൈസ് ഇറ്റ് മച്ച് ലോവർ. ഇപ്പോൾ നമ്മൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ IPO വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് ഹൈ പ്രൈസ് കൊടുത്തിട്ട് മാക്സിമം ഇൻവെസ്റ്റർ മണി ഇങ്ങനെ പിഴുങ്ങിയെടുക്കാനായിട്ടാണ് ഇവിടെയുള്ള പലപ്പോഴും IPO വരുമ്പോഴത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് പല സമയത്തും ആ പ്രൈസിങ് തന്നെ ഓവർ പ്രൈസ്ഡ് ആണ്. ഇപ്പോൾ ചൈനയിലാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് റെഗുലേഷൻ കാരണം എപ്പോഴും IPOs അണ്ടർ പ്രൈസ്ഡ് ആണ്. അപ്പോൾ ചൈനയിൽ എപ്പോഴും ഈ IPOs വന്നിട്ട് വളരെ ഫെയർലി പ്രൈസ്ഡ് ആണ്. അപ്പോൾ FISന് ചൈനയിൽ IPOs വരുമ്പോഴത്തേക്ക് FISന് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല റിട്ടേൺസ് കിട്ടും. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ വർഷത്തെ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്തതിൽ FIS ഗോട്ട് എ റിട്ടേൺസ് ഓഫ് 40% ഇൻ എ സിംഗിൾ ഇയർ. അപ്പോൾ നാച്ചുറലായിട്ട് ചൈനീസ് മാർക്കറ്റ് IPO മാർക്കറ്റ് വളരെ ബോയൻ്റായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇന്നത്തെ എക്കണോമിക് ടൈംസിൻ്റെ ഫ്രണ്ട് പേജ് നോക്കിയ ആൾക്കാരുടെ ഇന്ന് കണ്ടൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയ് 5 മുതൽ 12 വരെ 25 കമ്പനീസ് $377 ബില്യൺ റേസ് ചെയ്യാൻ പോവാണ്. $377 ബില്യൺ 5 ദിവസം കൊണ്ട് ഇപ്പോൾ വരുന്ന മെയ് 5 മുതൽ മെയ് 12 വരെ 7 ദിവസം കൊണ്ട് റേസ് ചെയ്യാനായിട്ട് പോവാണ്. ഈ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യൻ കമ്പനീസ് കഴിഞ്ഞ 10 വർഷമായിട്ട് റേസ് ചെയ്ത എമൗണ്ടിൻ്റെ 11 ഇരട്ടിയാണ്. ഇന്ത്യൻ കമ്പനീസ് കഴിഞ്ഞ 10 വർഷമായിട്ട് 2005 മുതൽ 2015 വരെ റേസ് ചെയ്തതിൻ്റെ 11 ഇരട്ടി എമൗണ്ടാണ്. അപ്പോൾ അത്രയും എമൗണ്ടിൻ്റെ IPO ആണ് വരുന്നത്. അത് കംപ്ലീറ്റ് FIS 100% സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ FIS നാച്ചുറലി ഇപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ചെറിയ പ്രോബ്ലംസ്, പിന്നെ ഇന്ത്യൻ മാർക്കറ്റ് കുറച്ച് കയറിക്കഴിഞ്ഞ് ചൈനീസ് മാർക്കറ്റ് ഇപ്പോൾ കയറി തുടങ്ങിയിട്ടുള്ളൂ. നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ വർഷം കയറിയിട്ടുണ്ട്. അപ്പോൾ FISൻ്റെ സെല്ലിങ് അതുകൊണ്ട് അതും കൂടെ ഒരു റീസൺ ഉണ്ട് FIS സെല്ല് ചെയ്യാനായിട്ട്.
ഇപ്പൊ ഈ പറഞ്ഞ ഈ ദാറ്റ് ഇസ് 377 ബില്യൺ US എന്ന് പറയുന്നത് FISന് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്ത 1992-93 FIS മൊത്തം ഇന്ത്യയിൽ ഇത്രയും കാലം ഇൻവെസ്റ്റ് ചെയ്തതിന്റെ 3 ഇരട്ടിയാണിത്. ടോട്ടൽ FIS ഇന്ത്യയിൽ 1992 ശേഷം നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ അപ്പോൾ ഇതിൽ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട 3 ഇരട്ടി എമൗണ്ട് ആണ് ഈ 7 ദിവസം കൊണ്ട് ചൈനയിൽ IPO വഴി വരുന്നത്. അപ്പോൾ ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. അപ്പോൾ നാച്ചുറലായിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള പോലെയുള്ള IPO ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റിട്ടേൺസ് കിട്ടും. അപ്പോൾ 40 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 30 കിട്ടിക്കഴിഞ്ഞാലും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സെല്ലിങ് ഫർദർ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്നത്. നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പിന്നെ ഉള്ളൊരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ക്രൂഡ് ഓയിൽ 50 രൂപയ്ക്ക് താഴെ വന്നിട്ട് ഇപ്പോൾ ഒരു 70 ആയിട്ടുണ്ട്. അത് ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിനെ കുറച്ച് അഫക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അത് ലോങ് ടേമിൽ ഒരുപാട് മുകളിൽ പോകാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. ബിക്കോസ് US സ്റ്റാർട്ടഡ് പ്രൊഡക്ഷൻ ഒരു 70-ലും 60-ലൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ മൺസൂൺ ഫോർകാസ്റ്റ് വന്നിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ മൺസൂൺ ഫോർകാസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരാണ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്കൈമെറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രൈവറ്റ് അവർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ 3 വർഷമായിട്ട്. അപ്പോൾ ആദ്യം സ്കൈമെറ്റിൻ്റെ റിപ്പോർട്ടാണ് വന്നത്. അവർ പറഞ്ഞ് മൺസൂൺസ് വിൽ ബി അബവ് ആവറേജ് 102%. അപ്പോൾ IMD ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത് 93 ഉള്ളൂ. കമൈൻ സ്റ്റേജ് ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇറ്റ് വാസ് 90. അപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാട്ടി കുറച്ച് ബെറ്ററാണ്. പക്ഷേ ഞങ്ങൾ റെക്കോർഡ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ സ്കൈമെറ്റും ഇവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് സ്കൈമെറ്റിൻ്റെ ഇതാണ് കുറച്ചുകൂടെ നിയർ ആക്യുറേറ്റ് ആയിട്ട് വരുന്നത് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള സ്കൈമെറ്റിൻ്റെ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ ചാർട്ട് നോക്കിയപ്പോഴത്തേക്ക് മാർക്കറ്റ് കുറച്ച് വീക്കായിട്ട് കാണുന്നു. ഇപ്പോൾ നമ്മളിപ്പം 8000 ലെവൽസിൽ വന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഒരു ബൗൺസ് ബാക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ ചാർട്ട് നോക്കിയിട്ട് ബൗൺസ് ബാക്ക് വന്നാൽ തന്നെ ഒരു മാക്സിമം ഒരു 8550 ഒരു 8600 വരെ വരാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ ചാർട്ട് ഫോർമേഷൻ ഒരു ഡബിൾ ബോട്ടം ഫോർമേഷൻ കാണുന്നുണ്ട്. ചിലപ്പോൾ ഡബിൾ ബോട്ടം കൊണ്ട് ചിലപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. വേഴ്സ്റ്റ് സിനാരിയോ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മാർക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 7100 ലെവൽസ് വരെ വന്നുകൂടാന്നില്ല. ദാറ്റ്സ് എ വേഴ്സ്റ്റ് സിനാരിയോ ചാർട്ട് നോക്കുക. ഇത് കഴിഞ്ഞ മാസത്തെ മീറ്റിങ്ങിലെ ചാർട്ടാണ്. ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ലൈൻസ്. ആ ടോട്ടൽ ഫോളിൻ്റെ 61.8% റീട്രേസ്മെൻറ്റ് ലെവലായിരുന്നു 8800 ലെവൽസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത്രയും ഷാർപ്പായിട്ടൊരു റൈസാണ്. 8800 ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഗോ ടു ന്യൂ ഹൈസ്. അതാണ് എപ്പോഴും ഈ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റിൽ കാണിക്കുന്നത്. എപ്പോഴും ടോട്ടൽ ഫോളിൻ്റെ 61.8% റീട്രേസ്മെൻറ്റിന് മേളിൽ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ ഹൈയിലേക്ക് പോകണം. ഇത് ഇപ്പോഴത്തെ ചാർട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 8800-ൻ്റെ മുകളിൽ പോയിട്ട് 8840-ൽ ടച്ച് ചെയ്തിട്ട് പിന്നെ വളരെ ഷാർപ്പായിട്ട് വീണിട്ട് 8000 വരെ മാർക്കറ്റ് വന്നിട്ട് ഇന്നലെ ഒരു ചെറിയ ബൗൺസ് ബാക്ക് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഒരു വർഷമായിട്ട് കാണിക്കുന്ന ഒരു ലോങ് ടേം ഒരു ചാനലാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് 2013-ലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 2 വർഷം ആകാറായി. അപ്പം മാർക്കറ്റ് എപ്പോഴും ഈ ചാനലിൻ്റെ ഇടയിലാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചാനലിൽ നമുക്കിപ്പം ഒരു 2 ലൈൻസ് ഉണ്ട്. ഇത് ചാനലിൻ്റെ അപ്പർ ലൈന്, ഇത് ചാനലിൻ്റെ ലോവർ ലൈന്. ഈ ചാനലിനൊരു മിഡിൽ ലൈനുണ്ട്. അതിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം നമ്മൾ പല പ്രാവശ്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് താഴെ വരുമ്പോഴത്തേക്ക് ഈ ചാനലിൻ്റെ സെൻട്രൽ ലൈനിൽ സപ്പോർട്ട് കിട്ടും. സെൻട്രൽ ലൈനിൽ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ലോവർ ലൈനിൽ സപ്പോർട്ട് കിട്ടും. മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് സെൻട്രൽ ലൈനിൽ റെസിസ്റ്റൻസ്, പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കെല്ലാം ഓരോ പ്രാവശ്യം ഈ ചാനലിൻ്റെ ആ ചാനൽ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് തിരിച്ചു വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റ് ചാനൽ ടച്ച് ചെയ്യാതെ തിരിച്ചു വന്നിട്ട് ഈ സെൻട്രൽ ലൈൻ ബ്രേക്ക് ചെയ്തു. സെൻട്രൽ ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് എക്സാക്ട്ലി ചാനലിൻ്റെ ലോവർ ലൈനിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തു. എന്നിട്ട് മാർക്കറ്റ് തിരിച്ചു കയറി. ഇത് ഏപ്രിൽ മീറ്റിങ്ങിന് കാണിച്ച ചാർട്ടാണ്. അപ്പോൾ അതിനകത്തുള്ളൊരു നെഗറ്റീവ് പോയിന്റ് എന്ന് വെച്ചാൽ ആ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ചാനലിൻ്റെ സെൻട്രൽ ലൈൻ അതിന് ക്രോസ് ചെയ്യാൻ സാധിച്ചില്ല. അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് ക്രോസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് മുകളിലോട്ട് വരും. അത് മാത്രമല്ല, സെൻട്രൽ ലൈൻ ക്രോസ് ചെയ്യാതെ അത് തിരിച്ചു വരികയും ചെയ്ത് 2 വർഷം നീളമുള്ള 2 വർഷം പഴക്കമുള്ള ഒരു ടെക്നിക്കൽ ചാനൽ ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ 2 years ആയിട്ട് മാർക്കറ്റ് ഒരു ഇതിൽ പോകുമായിരുന്നു. അത് ബ്രേക്ക് ചെയ്തിട്ട് വളരെ ഡിസിസീവായിട്ട് ബ്രേക്ക് ചെയ്തു. ഇനി ബൗൺസ് ബാക്ക് എന്ന് ഇത് ഒരു ടെമ്പററി ഫിനോമിനല്ല, അത് ചാനൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് മീൻസ് മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ ഷോർട്ട് ടേമിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. ഇത് ഞാനത് കുറച്ചുകൂടെ എൻലാർജ് ചെയ്ത് കാണിച്ചാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വരെ ആയിരുന്നു. ഇവിടെ പോകാൻ പറ്റാതെ
ചാനൽ അവിടെ നിന്ന് താഴോട്ട് വന്നു. ഇവിടെയാണ് ബ്രേക്ക് ഡൗൺ ഉണ്ടായത്. ഇനി ഇത് മാർക്കറ്റ് റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും 2 വർഷം ലോങ് ആയിട്ടുള്ളൊരു ചാനൽ കാരണം ഈ ചാനലിൻ്റെ ലോവർ ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇത് ഈ ലൈനിൻ്റെ മുകളിൽ പോകാനായിട്ട് വളരെ പ്രയാസമുണ്ട്. അത് കട്ട് ചെയ്ത് പൊയ്ക്കൂടാന്നില്ല, അതിൻ്റെ ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ ഈ ചാനൽ റെസിസ്റ്റൻസ് വരുന്നത് ഈ 8600, 650 അപ്പോൾ നമ്മളിപ്പോൾ 8200 നിൽക്കുന്ന മാർക്കറ്റ് ഈ ലെവൽസ് വരികയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റുള്ള കുറേ പോർഷൻസ് വിൽക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാനിത് കഴിഞ്ഞ ഫെബ്രുവരിയിലെ മീറ്റിങ്ങിന് ഞാൻ പറഞ്ഞാണ് ഒരു ബ്രോഡനിങ് ആൻഡ് അസെൻഡിങ് വെഡ്ജ് എന്ന് വെച്ചാൽ, അസെൻഡിങ് വെഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെഡ്ജ് മുകളിലോട്ട് പോവുകയാണ്. ബ്രോഡനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വീതി കൂടി പോവുകയാണ്. കാര്യം ഇതിൻ്റെ ഓസിലേഷൻസ് കൂടി വരികയാണ്. കാര്യം നേരത്തെ വളരെ മൈൽഡ് ഓസിലേഷൻ ആയിരുന്നു, പിന്നെ ഇത് താഴെ വരുമ്പോൾ വളരെ ഷാർപ്പായിട്ട് വരും, മുകളിൽ പോകുമ്പോൾ വളരെ ഷാർപ്പായിട്ട് പോകും. അപ്പം ഇതിൻ്റെ വീതി കൂടി, ഇപ്പം ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ആണ്. മാർക്കറ്റ് ഇങ്ങനെ ഒരു സ്റ്റഡി ആയിട്ട് പോകുന്നതിന് പകരം ഓരോ മൂവ്മെൻറ്റിലും ഈ വോളറ്റിലിറ്റി കൂടുമ്പോൾ ആരൊക്കെ വിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു മീനിങ് ആണ് സാധാരണ വരുന്നത്. ഞാൻ അന്ന് പറഞ്ഞിരുന്നത് വെച്ചാൽ ഇതിൻ്റെ മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ ഈ 8250 വളരെ സ്ട്രോങ് സപ്പോർട്ടുണ്ട്, അതിന് താഴെ പോകാനായിട്ടുള്ള ചാൻസസ് ഇല്ല എന്ന് ഫെബ്രുവരിയിൽ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ഫെബ്രുവരി മീറ്റിങ്ങിനാണ് പറഞ്ഞത്. അന്നാ പറഞ്ഞത് നമ്മൾ 8250 ചാനൽ സപ്പോർട്ടെന്ന്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ കണക്ക് എക്സാക്ട്ലി അത് 8250 വരെ വന്നായിരുന്നു. വന്നിട്ട് അത് തിരിച്ചവിടെ നിന്ന് റീബൗണ്ട് ചെയ്തു. തിരിച്ച് റീബൗണ്ട് ചെയ്തതിന് ശേഷം ആ ചാനൽ അതിൻ്റെ ലോവർ സൈഡ് ബ്രേക്ക് ചെയ്തു. അപ്പം ഈ ടെക്നിക്കൽ ടെക്സ്റ്റ് ബുക്സിൽ പറയുന്നത് ഇങ്ങനൊരു അസെൻഡിങ് ഒരു വെഡ്ജിൽ അത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡൗൺ സൈഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ വെഡ്ജിൻ്റെ ബിഗിനിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് ഇൻ ദ വേഴ്സ്റ്റ് സിനാരിയോ ദ മാർക്കറ്റ് കം ഡൗൺ ടു ദ സ്റ്റാർട്ടിങ് ഓഫ് ദ വെഡ്ജ്. അപ്പോൾ സ്റ്റാർട്ടിങ് ഓഫ് ദ വെഡ്ജ് എന്ന് പറയുമ്പോഴത്തേക്ക് 7150 7150 രൂപ എന്ന് വെച്ചിട്ട് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. നമ്മൾ എല്ലാ സൈഡും നോക്കുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ മാർക്കറ്റ്സ് മോശമായിരുന്നു. ഇപ്പോൾ ചൈനയിലേക്ക് ഇവിടുന്ന് എഫ് ഐസ് വിൽക്കുന്നുണ്ട്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങുന്നുണ്ട്. പക്ഷേ അതിന് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വാങ്ങാനായിട്ടുള്ള മണി പവറിന് അതിൻ്റേതായ ഒരു ഇതുണ്ട്. പിന്നെ മാർക്കറ്റ് ഡൗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരാനുള്ള മ്യൂച്വൽ ഫണ്ട്സിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള ചാൻസസും കുറവാണ്. വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ ഇത് ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് ഒരു 7150 വരെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫിബൊനാച്ചി റിട്രേസ്മെൻ്റ് ആണ്. നമ്മൾ ഈ ടോട്ടൽ റൈസിൻ്റെ ഒരു റിട്രേസ്മെൻ്റ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തിയറി പറയുന്നതാണെന്ന് വെച്ചാൽ ഒരു ടോട്ടൽ റൈസ് കഴിഞ്ഞാൽ ഒരു കറക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ 23.6% ഒരു സപ്പോർട്ടുണ്ട്, 38.2% സപ്പോർട്ടുണ്ട്, 50% സപ്പോർട്ടുണ്ട്, 61.8% സപ്പോർട്ടുണ്ട്. സപ്പോസ് ഇത് 61.8% താഴെ പോവുകയാണെങ്കിൽ ദെൻ ദറ്റ് അപ്വേർഡ് ട്രെൻഡ് ഇസ് റിവേഴ്സ്ഡ്. എന്ന് വെച്ചാൽ ഇത് താഴെ വന്നിട്ട് ഈ അപ്പം ഞാൻ അത് നോക്കുമ്പോഴും അവിടെ ഈ 7100, 150 ലെവൽസാണ് വരുന്നത്. അപ്പോൾ 7150 ലെവൽസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് സപ്പോർട്ടാണ്. അതിന് താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന ട്രെൻഡ് തന്നെ റിവേഴ്സായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഇന്നലെ നോക്കിയപ്പോഴത്തേക്ക് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളുടെ റൈറ്റ് ഷോൾഡർ പോലെ ഒരു റൈസ്, പിന്നെ ഹെഡ് പോലെ ഒരു ഹയർ റൈസ്, പിന്നെ ലെഫ്റ്റ് ഷോൾഡർ പോലെ വേറെ റൈസ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ലെഫ്റ്റ് ഷോൾഡർ, റൈറ്റ് ഷോൾഡർ, പിന്നെ കയറി, പിന്നെ ലെഫ്റ്റ് ഷോൾഡർ. അപ്പോൾ ഇതിന് നെക്ക് ലൈൻ എന്ന് പറയും. കാര്യം ഓരോ ഷോൾഡറിൻ്റെ അവിടെ പോയിട്ട് പിന്നെ മേളിൽ പോയിട്ട് പിന്നെ ഇവിടെ വന്ന് പിന്നെ വേറെ ഷോൾഡർ ഡെവലപ്പ് ചെയ്തു. നോർമലി ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പാറ്റേണിൻ്റെ വിഡ്ത്ത് ഇപ്പോൾ 750 പോയിന്റ്സ് ആണ് ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്ത്, അത്രയും തന്നെ താഴെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഈ ലെവൽസ് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് കയറുകയാണ്. തിരിച്ച് കയറി മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പാറ്റേൺ ഇൻവാലിഡ് ആണ്. ഇല്ല ഇനി ഈ ലെവലിൽ തിരിച്ച് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഈ ലെവൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു 750 പോയിന്റ്സ് താഴെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് 7350 വരുന്നത്. പക്ഷേ ഈ താഴെ വരുന്നത് കുത്തനെ താഴെ വരാൻ പറ്റത്തില്ല. കുറേ ദിവസം ട്രേഡ് ചെയ്തായിരിക്കും താഴെ വരുന്നത്. അങ്ങനെ താഴെ വരുമ്പോഴത്തേക്ക് ഈ ലൈന് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും അതൊരു 7100 ലെവൽസിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് അവിടെയും കാണുന്നുണ്ട്. ഇത് നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. 9100 ആണ് നമ്മൾ ഒരു ഇൻട്രാഡേ ഒരു ദിവസം പോയത്. 8850 ഇപ്പം നേരത്തെ പറഞ്ഞ 8800 കഴിഞ്ഞ് 8850 വരെയാണ് ഇപ്പം റീസെൻ്റ് ആയിട്ട് വന്ന ഒരു റെസിസ്റ്റൻസ്. അവിടെ നിന്നാണ് മാർക്കറ്റിന് 8250 നല്ല സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ചാനൽ സപ്പോർട്ടും
പിന്നെ അസെൻഡിങ് വെഡ്ജിൻ്റെ സപ്പോർട്ടെല്ലാം 8250 ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്തു. ഇനി വളരെ സ്ട്രോങ് സപ്പോർട്ട് 7950 ടു 8000 ലെവൽസിലാണ്. കാര്യം വെച്ചാൽ ഇതിന് മുമ്പ് അവിടെ വളരെ സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. ഗ്യാപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 7900 ലെവൽസ് നിന്നിട്ട് ഒരു ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ്. അപ്പോൾ അവിടെ ട്രേഡിംഗ് നടന്നിട്ടില്ല. അടുത്ത ദിവസം ഒരു 100 പോയിന്റ് കയറി ഓപ്പൺ ചെയ്ത്. അപ്പോൾ ഈ ഗ്യാപ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് സപ്പോർട്ടാണ്. പലപ്പോഴും ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ മാർക്കറ്റ് കയറി പോകുമെന്ന് വെച്ചാൽ അതിൻ്റെ അത്ര മാർക്കറ്റ് അത്രയും സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഈ ഗ്യാപ്പിൻ്റെ അവിടെ വളരെ സ്ട്രോങ് സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് എന്ന് പറയുന്നത് 7950 ലെവൽസാണ്. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞ 2 ദിവസം മുമ്പ് 8000 ജസ്റ്റ് താഴെ വന്നിട്ട് മാർക്കറ്റ് തിരിച്ചു കയറി. ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വളരെ അധികം ഓവർ സോൾഡ് ആണ്. ഒരു റാലി വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ റാലി വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു 8500 600 ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡബിൾ ബോട്ടം ഫോർമേഷൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അത് കൂടാതെ ഒരു ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇവിടെ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും തന്നെ ഓൾറെഡി താഴെ വന്നു കഴിഞ്ഞാൽ അതാണ് എൻ്റെ ടാർഗറ്റ്. അപ്പോൾ 7950 ലെവൽസ് നല്ല സ്ട്രോങ് സപ്പോർട്ടാണ്. അതിന് താഴെ മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പം ഒരു 7001 വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് സാറ് പറഞ്ഞ പോലെ മാർക്കറ്റ് ലാസ്റ്റ് 1 മന്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മെയിനായിട്ട് 3-4 റീസൺസ് ഉണ്ട്. ആണ് മൾട്ടിപ്പിൾ റീസൺസ് മൾട്ടിപ്പിൾ കൺസേൺ കൊണ്ടാണ് മാർക്കറ്റ് ഷാർപ്പായിട്ട് ഇറങ്ങിയത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ 2 ദിവസം മുമ്പേ ആക്ച്വലി ജനുവരി ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇയർ ടു ഡേ റിട്ടേൺ എടുക്കുകയാണെങ്കിൽ സെൻസെക്സ് നെഗറ്റീവ് ആണ്. സെൻസെക്സും നിഫ്റ്റിയും നെഗറ്റീവ് റിട്ടേൺ ആണ് വരുന്നത്. ഗ്ലോബൽ മാർക്കറ്റ്സ് കഴിഞ്ഞ വീക്ക് വരെ ഒരുവിധം നല്ല സ്റ്റേബിൾ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ആക്ച്വലി മാർക്കറ്റ് ഇറങ്ങിയത് ഗ്ലോബൽ കൺസേൺ കൂടെ ആയിരുന്നു. എല്ലാ മാർക്കറ്റും വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ മാർക്കറ്റും നല്ല രീതിയിൽ മീൻസ് ഡൗൺ ആയിരുന്നു. ഡൊമസ്റ്റിക് FIs നല്ല രീതിയിൽ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്ന് ആക്റ്റീവായിട്ട് ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മ്യൂച്വൽ ഫണ്ട്സും ഈ വർഷം നോക്കുകയാണെങ്കിൽ ഇതുവരെ ഹിസ്റ്റോറിക്കലായിട്ട് നല്ല രീതിയിൽ ബൈയിങ് ആണ് നടന്നിട്ടുള്ളത്. പിന്നെ ഈ മോഡി ഗവൺമെന്റ് വന്നപ്പോൾ എക്കണോമി പെട്ടെന്ന് റിവൈവ് ചെയ്യുമെന്ന് പറഞ്ഞ ഒരു ഓപ്റ്റിമിസം ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് എക്കണോമിയൊക്കെ റിവൈവ് ചെയ്യും. പക്ഷേ എക്കണോമി ജനറലി റിവൈവ് ചെയ്യാൻ സമയം എടുക്കാറുണ്ട്. ആ ഒരു ടൈം ഇപ്പോഴും എടുക്കുന്നുണ്ട്. പെട്ടെന്ന് റിവൈവ് ചെയ്യുന്നില്ല. നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റി നോക്കുകയാണെങ്കിൽ പല കമ്പനീസ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിന്റെ മെയിൻ റീസൺ ഡിമാൻഡ് ഇപ്പോഴും വീക്കാണ് എക്കണോമിയിൽ. അപ്പം എക്കണോമി നമ്മൾ പ്രതീക്ഷിച്ച അത്ര പെട്ടെന്ന് റിവൈവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ മോഡി റാലി എന്ന് പറയുന്ന ഒന്ന് കുറച്ച് സബ്ഡ്യൂഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ റിട്ടേൺ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി വന്ന് കഴിഞ്ഞ നമ്മുടെ സെക്കൻഡ് സാറ്റർഡേ മീറ്റിംഗും ഈ സെക്കൻഡ് സാറ്റർഡേ മീറ്റിംഗ് നോക്കുകയാണെങ്കിൽ 6.7% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ അതും 6.2% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 8%, സ്മോൾ ക്യാപ്പ് 8.6 കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൗൺ സൈഡ് കൂടുതലും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്സ് ആണ് കറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇൻഡെക്സ് ഷെയർസോടെ കൂടുതൽ സ്മോൾ ക്യാപ്പ് ഷെയർസ് ആണ് കൂടുതൽ കറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെയിൻ റീസൺസ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ലെവലിൽ റിക്കവറി ഒന്നും നമുക്ക് വിസിബിൾ അല്ല. ഇപ്പോഴും എല്ലാ കമ്പനീസും വെയിറ്റ് ആൻഡ് വാച്ച് മോഡിലാണ് ഇരിക്കുന്നത്. ഇൻവെസ്റ്റ് ചെയ്യാനും കപ്പാസിറ്റി അഡീഷനും എല്ലാം വെയിറ്റ് ആൻഡ് വാച്ച് മോഡിലാണ് ഇരിക്കുന്നത്. പിന്നെ ക്രൂഷ്യൽ ബിൽ, ലാൻഡ് റിഫോം ബിൽസ്, അതുപോലെ GST ബിൽ, ഇതൊന്നും ഗവൺമെന്റ് പാസ്സാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഗവൺമെന്റ് എല്ലാവർക്കും അറിയുന്ന പോലെ രാജ്യസഭയിൽ മെജോറിറ്റി ഇല്ല, ലോക്സഭയിലേ ഉള്ളൂ മെജോറിറ്റി. ഇപ്പോൾ ലോക്സഭയിൽ പാസ്സായാൽ രാജ്യസഭയിൽ പോകുമ്പോൾ സ്റ്റക്ക് ആവും. ഇപ്പോൾ GST പോലുള്ള ബില്ലൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലാണ്. അപ്പം അത് പാസ്സായാലും പോരാ, 2/3 മെജോറിറ്റിയോടെ പാസ്സാവണം. അതുപോലെ എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും അപ്രൂവൽ വേണം. കാരണം എല്ലാ സ്റ്റേറ്റ്സിൻ്റെ സെയിൽ ടാക്സ് എല്ലാം മാറുകയാണ്. കാരണം എല്ലാ 28 സ്റ്റേറ്റ്സിൻ്റെ സെയിൽസ് GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആയതുകൊണ്ട് എല്ലാ സെയിൽസ് ടാക്സ് എല്ലാം അമെൻമെന്റ് ചെയ്യണം. സ്റ്റേറ്റ്സിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിലേ അത് പാസ്സാകത്തുള്ളൂ. അതുകൊണ്ടാണ് നെക്സ്റ്റ് ഇയർ 2016 ഇംപ്ലിമെന്റ് ചെയ്യാൻ ഗവൺമെന്റ് ഇപ്പം തന്നെ അതിന്റെ പ്രൊസീജിയർ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് അത് ഒരുപാട് സമയം എടുക്കും. കാരണം എല്ലായിടത്തും രാജ്യസഭയിൽ പ്രശ്നം ഉണ്ടാകാറുണ്ട്, പല സ്റ്റേറ്റ്സ് അപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ചായിട്ട് പാസ്സായി പോകത്തുള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ MAT മിനിമം ആൾട്ടർനേറ്റീവ് ടാക്സിന്റെ നോട്ടീസ് ഉണ്ടായിരുന്നു. അതും കാരണമായിരുന്നു കുറച്ച് FIs വിറ്റിയത്. പിന്നെ ക്രൂഡ് ഓയിൽ പ്രൈസ് നിങ്ങൾക്ക് അറിയുന്ന പോലെ ഏകദേശം $50, $45-50 വരെ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ദിവസം മുമ്പേ വരെ $70 വരെ വന്നിട്ടുണ്ട്. ഇന്നലെ കുറച്ച് കറക്റ്റ് ചെയ്തു, $65-68 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഒരു ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ഒരു ടെയിൽ വിൻഡ് എന്ന് പറയാം, ഒരു വലിയ നല്ലൊരു അഡ്വാൻറ്റേജ് ലോവർ ക്രൂഡ് ഓയിൽ പ്രൈസസിന്റെ ഒരു പോസിറ്റീവ്നെസ് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ IMDയുടെ മൺസൂൺ ഫോർകാസ്റ്റും കുറച്ച് വീക്കായിരുന്നു, ബിലോ നോർമലാണ് അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മോഡി വേവ് കുറച്ചായിട്ട് കുറയുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ചൈനീസ് മാർക്കറ്റിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ്,
ചൈനീസ് മാർക്കറ്റ് വളരെ ആക്റ്റീവാണ്. കഴിഞ്ഞ ഒരു 3 months ആണ് ചൈനീസ് മാർക്കറ്റ് വലിയ ആക്റ്റീവ് അല്ലായിരുന്നു. IPO മാർക്കറ്റ്, ചൈനീസ് IPO മാർക്കറ്റും വളരെ ആക്റ്റീവ് ആവുന്നുണ്ട്. അതുപോലെ റൊട്ടേഷൻ സ്റ്റോറി ഇൻ എമർജിംഗ് മാർക്കറ്റ്സ്, പല എമർജിംഗ് മാർക്കറ്റ്സിലും ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ഒന്ന് അണ്ടർ ഇൻവെസ്റ്റഡ് ആണ്. ചൈന, കൊറിയ പോലുള്ളതിലൊക്കെ അണ്ടർ വെയ്റ്റും ഇന്ത്യയിൽ ഓവർ വെയ്റ്റും ആണ്. അപ്പോൾ ഇന്ത്യയുടെ പെർഫോമൻസ് കഴിഞ്ഞ വർഷമായിരുന്നു, ഈ വർഷം പെർഫോമൻസ് ഇല്ല. പക്ഷേ അതർ മാർക്കറ്റ്സ് ചൈനയൊക്കെ ഈ വർഷം പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനറലി ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഇന്ത്യ പോലുള്ള കൺട്രീസിൽ നിന്ന് കുറച്ച് സെൽ ഓഫ് ചെയ്ത് അവർ ചൈന പോലുള്ള അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ്. ഈ എമർജിംഗ് മാർക്കറ്റ് ഫണ്ട്സ് ഒക്കെ ഇന്ത്യയിൽ വിൽക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ആ വെയിറ്റേജിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. ഓവർ വെയ്റ്റ് ആയതുകൊണ്ട് അവർ വെയിറ്റേജ് കുറയ്ക്കുന്നുണ്ട്. അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള കൺട്രീസിൽ അവർ വെയിറ്റേജ് കൂട്ടുന്നുണ്ട്. ഇപ്പം ഇതാണ് IPOയുടെ നമ്മളൊരു സ്നാപ്ഷോട്ട് കൊടുത്തിട്ടുള്ളത്. May 15 to 12, അതായത് ഈ വീക്കിൽ തന്നെ 25 കമ്പനീസ് വന്ന് IPO വഴി ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി 11 ടൈംസ് ഇന്ത്യയിൽ ഇതുവരെയുള്ള IPO ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് IPO വഴി റൈസ് ചെയ്ത ഫണ്ടിൻ്റെ 11 ടൈംസ് ആണ് അത് വരുന്നത്. പിന്നെ ഇന്ത്യയിൽ 1992 തൊട്ട് ഉള്ള ഒരു FI ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ 3 ടൈംസ് ആണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ ജനറലി ഇന്ത്യക്ക് കൂടുതൽ വരുന്ന ഈ 27 ബില്യൺ ആണ് ഒരു വർഷം തന്നെ കിട്ടുന്നത്. അവർക്ക് ഒരു ആഴ്ച, അതായത് 7 days കൊണ്ട് കിട്ടിയത് 377 ബില്യൺ ആണ്. അപ്പോൾ ഇതുവരെ ഈ FI ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ 3 ടൈംസ്, ഒരു 13 to 14 years ആയിട്ട് ഇന്ത്യയിൽ കിട്ടുന്ന FI ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ 3 ടൈംസ് ആണ് അവർ 1 week കൊണ്ട് അവർക്ക് റൈസ് ചെയ്യാൻ പറ്റിയത്. അപ്പം ചൈനീസ് മാർക്കറ്റ്, IPO മാർക്കറ്റ് വളരെ അട്രാക്റ്റീവ് ആണ്. കാര്യം ആൾറെഡി ലിസ്റ്റ് ചെയ്ത കമ്പനീസിൻ്റെ വാല്യുവേഷൻ്റെ ഡിസ്കൗണ്ടിൽ അവർക്ക് അവിടെ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഹൈലി അണ്ടർ വാല്യൂഡ് ആയിട്ടായിരിക്കും അവർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ജനറലി പിയേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അണ്ടർ വാല്യൂഡ് ഷെയർ ആയിരിക്കും. അത് നല്ലൊരു റിട്ടേൺ കൊടുക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ഒരു വർഷം നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ ലിസ്റ്റ് ചെയ്ത ഏത് IPO ചൈനീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ആവറേജ് 40% റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ ജനറലി അവർക്ക് 40% ആൾമോസ്റ്റ് ഒരു അഷ്യൂർഡ് റിട്ടേൺ കിട്ടുന്നുണ്ട്. 30 to 40% IPOയിൽ ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ ചൈനീസ് മാർക്കറ്റിൽ FIസിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഇവിടുത്തെ കുറച്ച് ഓവർ വെയിറ്റ് ആയിട്ടുള്ള പൊസിഷൻസ് കട്ട് ചെയ്ത് IPO മാർക്കറ്റിലോട്ട് പോകുന്നുണ്ട്. റൊട്ടേഷൻ ഇൻ എമർജിംഗ് മാർക്കറ്റ്സ് നേരത്തെ പറഞ്ഞ പോലെ FI ഇന്ത്യയിൽ മെയിനായിട്ട് വിൽക്കുന്ന ഇന്ത്യയിൽ ഓൾറെഡി ഒരു ഓവർ വെയിറ്റ് ആണ്. ഇപ്പം മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇൻഡെക്സ് ആണ് ജനറലി അവർ എമർജിംഗ് മാർക്കറ്റ്സ് ഇൻഡെക്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് ഇന്നലെ ഒരു ആർട്ടിക്കിൾ ഇട്ടിരിക്കുന്നത് ഇന്ത്യ ഓവർ വെയിറ്റേജും പിന്നെ ബ്രസീലും തായ്ലാൻഡും ആണ്. അത് ചെറിയ എമൗണ്ടേ ഉള്ള ഓവർ വെയിറ്റ്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വൈസ് ഓവർ വെയിറ്റ് ഉള്ളത്. അണ്ടർ വെയിറ്റ് എന്ന് പറയുന്നത് ചൈന, കൊറിയ പോലുള്ള കൺട്രീസാണ്. അത് പെർഫോമും ചെയ്യുന്നുണ്ട്. അപ്പം ഈ അണ്ടർ വെയിറ്റ് അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ പെർഫോമൻസ് കുറയുന്നതനുസരിച്ച് അവർ കുറച്ച് സെൽ ഓഫും ചെയ്യുന്നുണ്ട്. പിന്നെ ടാക്സ് നോട്ടീസിൻ്റെ ഇതാണ്. ആദ്യം നമ്മൾ മീഡിയയിലേക്ക് CNBC ആയാലും അതുപോലെ ET Now ആയാലും ഏത് മീഡിയ എടുത്താലും 40,000 crores എന്നുള്ള ഒരു എമൗണ്ട് ആണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്തത്. അത് ആർക്കറിഞ്ഞുകൂടാ എവിടെ നിന്നാണ് ആ എമൗണ്ട് കിട്ടിയത്. എല്ലാവരും സോഴ്സ് ബേസ്ഡ് എന്നേ പറയത്തുള്ളൂ. പക്ഷെ എങ്ങനെ ആ ഒരു 40,000 crores എന്നുള്ള എമൗണ്ട് നല്ല രീതിയിൽ മീഡിയ വഴി എല്ലാവരും ഇങ്ങനെ സംസാരിച്ചു. അത് വളരെ നെഗറ്റീവ് ആയിരുന്നു. പിന്നെയാണ് ഫിനാൻസ് മിനിസ്റ്ററി ഒന്ന് ക്ലാരിഫൈ ചെയ്തത് 600 crores ആണ് അതിൻ്റെ ആക്ച്വൽ ഡിമാൻഡ്, ടാക്സ് ഡിമാൻഡ്, 4,000 crores അല്ലെന്ന് പറഞ്ഞു. പിന്നെ ബോംബെ ഹൈക്കോർട്ടിൽ ഇതിനെക്കുറിച്ചുള്ള കേസ് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻ്റ് അനുസരിച്ചായിരിക്കും പ്രൊസീജിയർ പോകുന്നത്. പക്ഷേ ഇന്നലെ FM പറഞ്ഞിരിക്കുന്ന ഒരു കമ്മിറ്റി ഫോം ചെയ്യും. കമ്മിറ്റി ഫോം അതിൻ്റെ ഈ ടാക്സിൻ്റെ ഇഷ്യൂസിനെ ഡീൽ ചെയ്യാനായിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നു. പക്ഷേ കമ്മിറ്റി ഫോം ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെ ഒരു സൊല്യൂഷൻ വരത്തില്ല. അതിൻ്റെ ആയിട്ടുള്ള അത് സമയം എടുക്കാറുണ്ട്. എന്തിനാണ് ഇവർ നോക്കുക? ഇന്ത്യയിൽ FIസിയുടെ ഒരു 3 categories ആണുള്ളത്. ഒന്ന് വന്ന് ഈ ടാക്സ് ട്രീറ്റി ഉണ്ട്, ഡബിൾ ടാക്സേഷൻ ട്രീറ്റി എന്നുണ്ട്. അതായത് കൺട്രീസ് തമ്മിൽ, ഇപ്പോൾ ഇന്ത്യയും മൊറീഷ്യസ് അതുപോലെ ഇന്ത്യ, സിംഗപ്പൂർ കൺട്രീസ് തമ്മിലൊരു ഇതുണ്ട്, ടാക്സ് ട്രീറ്റി ഉണ്ട്. അവിടെ ഒരു ടാക്സ് കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പൊതുവേ ടാക്സ് അവോയ്ഡ് ചെയ്യും. കാര്യം 2 കൺട്രിയിലും ടാക്സ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ട്രീറ്റീസ് ഉള്ള കൺട്രീസിലുള്ള FIs ആണെങ്കിൽ ആൾറെഡി ടാക്സ് കൊടുക്കുന്നില്ല, അവർക്ക് ഇത് ബാധകമല്ല. പിന്നെ US, UK പോലുള്ള കൺട്രീസിലുള്ള FIs ഒന്നും ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഇല്ല. അവരുടെ രാജ്യത്ത് തന്നെ ഓഫീസ് വെച്ചിട്ട് മാനേജ് ചെയ്യാണ്. അപ്പോൾ അവർക്കും ഇത് വലുതായിട്ട് ബാധിക്കാൻ വരുന്നില്ല. കൂടുതൽ ബാധിക്കാൻ വരുന്ന ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വെച്ചിട്ടുള്ള FIs ആണ്. അവർക്കാണ് ഈ മാറ്റ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ പ്രൈസസ് ആണ്. ക്രൂഡ് ഓയിൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് $110 ഉണ്ടായിരുന്നു. അവിടെ നിന്ന് $51 വരെ വന്നു. അത് ഇന്ത്യക്ക് വളരെ അഡ്വാൻറ്റേജ് ആയിരുന്നു. നമുക്ക് അറിയുന്ന പോലെ പല പെട്രോളിയത്തിൻ്റെയൊക്കെ നമ്മുടെ പെട്രോൾ ഡീസലിൻ്റെയൊക്കെ വില കുറഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, അതുപോലെ ഫിസിക്കൽ ഡെഫിസിറ്റൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ സാധിച്ചു. അപ്പോൾ പക്ഷേ അതിൻ്റെ ഒരു പുൾ ബാക്ക് ഇപ്പോൾ നടന്നിട്ടുണ്ട്. 50-70 ആകുമ്പോൾ ഏകദേശം 40% അത് അപ്രീഷിയേറ്റ് ഉണ്ട്.
അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ 65 ചെയ്തിട്ടുണ്ട്. അപ്പോൾ $70 ഈ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അവർ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ക്രൂഡ് വിൽ ബി അറൌണ്ട് $70. അപ്പോൾ $70 മുകളിൽ പോവുകയാണെങ്കിൽ ഈ ഇപ്പോഴത്തെ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ്, ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഒക്കെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ ഡിഫറൻസ് വരും. അപ്പോൾ അപ് ടു $70 വരെ ഇന്ത്യക്ക് വലിയതായിട്ട് ബാധിക്കത്തില്ലെന്നാണ് ഈ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഒക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ അത് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ നമ്മുടെ മൺസൂൺ പ്രഡിക്ഷൻസ് ഉണ്ടായിരുന്നു. മുമ്പ് ലാസ്റ്റ് 10 years ആയിട്ട് IMD ആണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം സ്കൈമെറ്റ് എന്ന് പറഞ്ഞ ഒരു ഏജൻസി 3 വർഷമായിട്ട് അവർ പ്രഡിക്റ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്രാവശ്യം അവർ പ്രഡിക്റ്റ് ചെയ്യുന്ന IMD 93% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്കൈമെറ്റ് 102. ഒരാൾ ബിലോ നോർമലും ഒരാൾ എബോവ് നോർമൽ എന്നാണ് ഒരു ഏജൻസി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 5 years ആയിട്ടുള്ള റെയിൻഫോൾ നോക്കുകയാണെങ്കിൽ 2014 -12 ആയിരുന്നു. പിന്നെ 2016 പ്ലസ് ആയിരുന്നു. അപ്പം 3 years ഡ്രൗട്ട് ഉണ്ടായിരുന്നു, 3 years ഒന്ന് എബോവ് നോർമൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം എങ്ങനെ വരണമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ആൾട്ടർനേറ്റീവ് ആണ് ജനറലി വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 3 years ആയിട്ട് ഈ സ്കൈമെറ്റ് പ്രഡിക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2012 IMD നോക്കുകയാണെങ്കിൽ 99 ആണ്. ജനറലി ഈ IMD ലാസ്റ്റ് 10 years ആയിട്ട് നോക്കുകയാണെങ്കിൽ അവർ 99, 97 ഇല്ലെങ്കിൽ 98 ആ ഒരു ആവറേജ് ലോങ് ടൈം ആവറേജ് ലെവലിനെ പറയുന്നുള്ളൂ. കൂടുതൽ അവർ അങ്ങോട്ട് ഡ്രാസ്റ്റിക് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യത്തില്ല. 92 എന്നോ അല്ലെങ്കിൽ 105 എന്നൊന്നും പറയുന്നില്ല. ജനറലി 97, 98, 99 പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ 99, സ്കൈമെറ്റ് 95 ആണ് പറഞ്ഞത്. കാരണം കുറച്ചുകൂടെ ബിലോ ആണ് പറഞ്ഞത് 2012. പക്ഷേ ആക്ച്വലി കിട്ടിയത് 93 ആണ്. അപ്പോൾ സ്കൈമെറ്റ് ആണ് കുറച്ചുകൂടെ 2012 ആക്യുറേറ്റ് ആയിരുന്നു. അത് 2013 എടുക്കുകയാണെങ്കിൽ IMD 98 ആണ് പ്രെഡിക്റ്റ് ചെയ്തത്, സ്കൈമെറ്റ് 103. അപ്പോൾ അത് എക്സസ് കിട്ടി. അപ്പോൾ അവർ എക്സസ് ആക്ച്വലി നേരത്തെ അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. 2014 നോക്കുകയാണെങ്കിലും IMD 95 പറഞ്ഞു, സ്കൈമെറ്റ് 94 പറഞ്ഞു. ഇപ്പോൾ സ്കൈമെറ്റ് ആണ് കുറച്ചുകൂടെ പെസിമിസ്റ്റ് ആയിട്ട് പറഞ്ഞത്. പക്ഷേ അതുപോലെ 88 വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം -12 ആയിരുന്നു കഴിഞ്ഞ വർഷം ഡ്രോട്ട് വന്നത്. അപ്പം നമ്മൾ ലാസ്റ്റ് 3 years ആയിട്ട് നോക്കുകയാണെങ്കിൽ സ്കൈമെറ്റ് കുറച്ചുകൂടെ ആക്ച്വലായിട്ട് മൺസൂൺ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ഒരു ആർട്ടിക്കിളിലോട്ട് ഇറങ്ങി ഇവരുടെ മെത്തഡോളജിയാണ്. ഇവർ എടുക്കുന്ന ഡേറ്റാസും ഇവരൊരു മോഡൽസ് ആയിരിക്കും വെച്ചാണ് മിക്കവാറും എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ആ മോഡൽസിൻ്റെ ഒക്കെ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും ഇത് വരുന്നതെന്നാണ് പൊതുവെ ഈ ആർട്ടിക്കിളിലൊക്കെ വരുന്നത്, എക്കണോമിക് ടൈംസിലൊക്കെ. ഇത് സ്കൈമെറ്റിൻ്റെ ലാസ്റ്റ് 2008 തൊട്ടുള്ള ഒരു 7 years ആയിട്ടുള്ള ഒരു പ്രഡിക്ഷനാണ്. ഈ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മൾ ഏപ്രിലുള്ള പ്രഡിക്ഷനാണ് 99 എന്നുള്ളത്. നെക്സ്റ്റ് 100 എന്നുള്ളത് ജൂണിൽ ഒരു പ്രഡിക്ഷൻ വരും. അതായത് മൺസൂൺ സ്റ്റാർട്ട് ചെയ്തിട്ട് അവരൊരു പ്രഡിക്ഷൻസ് വരും ജൂൺ മാസത്തിൽ. പിന്നെ ആക്ച്വൽസ് 98. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫിഗർ നോക്കുകയാണെങ്കിൽ 99, 96, 98, 98, 99 എല്ലാം ഒരു 100ൻ്റെ അടുപ്പിച്ച് അവർ പ്രഡിക്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ആക്ച്വൽസ് നോക്കിക്കഴിഞ്ഞാൽ 98, പിന്നെ 78 ആണ് വന്നിരിക്കുന്നത്. കാരണം 96 പ്രഡിക്റ്റ് ചെയ്തിട്ട് ആ 2009 78 മൺസൂൺ കിട്ടിയിട്ടുള്ളൂ. ഇത്രയും വാസ്റ്റ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇയർ നോക്കുകയാണെങ്കിൽ 98 പ്രഡിക്റ്റ് ചെയ്തു, 102 വന്നു. ദെൻ 98 പ്രഡിക്റ്റ് ചെയ്യുകയും 102 വന്നു. അപ്പോൾ ആ ഒരു IMDയുടെ ഒരു ഫോർകാസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ല ഇതുണ്ട്, വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ റിലയബിൾ ആയിട്ടുള്ളത് സ്കൈമെറ്റ് ആയിരിക്കുന്നതാണ് പൊതുവെയുള്ള ഒരു നമ്മുടെ ഒരു വ്യൂ. Q4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ 285 കമ്പനീസ് ഇതുവരെ ആൾമോസ്റ്റ് റിസൾട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കുകയാണെങ്കിൽ 2015 മാർച്ച് ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ സെയിൽസ് വന്ന് -8%. അതായത് സെയിൽസ് ഡീഗ്രോത്ത് ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് 14.8% ഗ്രോത്ത് ഉണ്ടായിരുന്നു. പക്ഷേ പ്രോഫിറ്റ് 6% ഉണ്ട്. നേരത്തെ ഉള്ളത് 15% ആണ് പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്വാർട്ടറിൽ നമുക്ക് ഇതുവരെ കിട്ടിയതിൽ 6% ഗ്രോത്തേ ഉള്ളൂ. ഇത് നമ്മുടെ സെൻസെക്സ് ഏണിങ്സ് ആണ്. 2010 തൊട്ട് 15 വരെ ഉണ്ടായിരുന്നു. നമ്മൾ 2015 ഇയർ കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മോഡി ഗവൺമെന്റ് ഒക്കെ ജയിച്ചിട്ട് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ എല്ലാവരും ഒരു 15% ഗ്രോത്ത് ഏണിങ്സിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 15% ഗ്രോത്ത് എല്ലാ കമ്പനീസും കാണിക്കുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായി, സെൻസെക്സ് കമ്പനീസ്. പക്ഷേ ഇതുവരെ ആക്ച്വലി നമുക്ക് കിട്ടിയത് 5% ഉള്ളൂ. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ അത്ര ആ ഗ്രോത്ത് ഈ വർഷം കിട്ടുന്നില്ല. അറൌണ്ട് 10%ൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാർക്കറ്റ് നേരത്തെ നമ്മൾ ഓവർ ഓപ്റ്റിമിസത്തിൽ മാർക്കറ്റ് ഹയർ ലെവൽസിലോട്ട് പോയിക്കൊണ്ടായിരുന്നു. ഇപ്പം ഈ ഗ്രോത്ത് റിഫ്ലക്ട് ചെയ്യുന്നില്ല, കമ്പനി പെർഫോമൻസിലൊന്നും റിഫ്ലക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതും ഒരു റീസൺ ആണ് മാർക്കറ്റ് കുറച്ച് കറക്റ്റ് ചെയ്യാനുള്ള റീസൺ. ഇപ്പോൾ IT കമ്പനീസിൻ്റെ റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് IT കമ്പനീസിന് ഇൻഫോസിസിനൊക്കെ ഇൻഡെക്സിൽ നല്ല വെയിറ്റേജ് ഉണ്ട്. അതുപോലെ TCS, വിപ്രോ, HCL ടെക്, ടെക് മഹീന്ദ്ര ഇതെല്ലാം ഇൻഡെക്സിലുള്ള ഷെയർസ് ആണ്. അപ്പോൾ IT കമ്പനീസ് നോക്കുകയാണെങ്കിൽ എല്ലാ IT കമ്പനീസിൻ്റെയും റിസൾട്ട്സ് വന്നിട്ട് കഴിഞ്ഞിട്ട് ആ സ്റ്റോക്സ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം റിസൾട്ട്സ് എല്ലാം ആവറേജ് ആണ്. കാര്യം ഗ്രോത്ത് എല്ലാം സിംഗിൾ ഡിജിറ്റ് ആയിരുന്നു. ജനറലി ബിലോ എസ്റ്റിമേറ്റ്സ് ആയിരുന്നു മോർ ദാൻ എല്ലാ കമ്പനീസും IT കമ്പനീസ് പെർഫോം ചെയ്തത്. മിഡ് ക്യാപ്പ് കമ്പനീസൊക്കെ ജിയോമെട്രിക് അതുപോലെ KPIT കമ്പനീസ് ഒക്കെ
KP8 ഇൻഫോ ടെക്നോളജീസ് ഒക്കെ നല്ല രീതിയിൽ ഇറങ്ങി. കാരണം KP8 റിസൾട്ടിന് അടുത്ത ദിവസം 20% കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വളരെ മോശമായിരുന്നു അതിൻ്റെ റിസൾട്ട്. അതിന് മെയിൻ റീസൺ പറയുന്നത് യൂറോ ഇപ്പം നമ്മുടെ ഡോളറിൻ്റെ കമ്പാരിറ്റീവ്ലി വേൾഡ് കറൻസി നോക്കുകയാണെങ്കിൽ റുപ്പി നല്ല സ്റ്റേബിൾ ആയിരുന്നു. ഡോളറും അതുപോലെ പൗണ്ട് സ്റ്റെർലിംഗ് ഒക്കെ നല്ല രീതിയിൽ ഡിപ്രീഷിയേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ കറൻസി വെച്ച് നോക്കുമ്പോൾ റുപ്പിയും പൗണ്ട് സ്റ്റെർലിംഗ് റുപ്പി യൂറോ നോക്കുകയാണെങ്കിൽ ആക്ച്വലി റുപ്പി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം കമ്പാരിറ്റീവ്ലി ഡോളർ വെച്ച് അതർ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്തു, ഇന്ത്യൻ കറൻസി സ്റ്റേബിൾ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഈ യൂറോ കറൻസി ഇന്ത്യയുമായിട്ടുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ യൂറോപ്പിലുള്ള കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്തു, പൗണ്ട് സ്റ്റെർലിംഗ് യൂറോ. അതിൻ്റെ ഇമ്പാക്റ്റ് യൂറോ ബിസിനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ IT കമ്പനീസിന് കുറേ ബിസിനസ് യൂറോപ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഈ കറൻസി കഴിഞ്ഞ വർഷം ടെയിൽ വിൻഡ് ആയിരുന്നു, ഇപ്പോൾ ഹെഡ് വിൻഡായി നെഗറ്റീവായി മാറി. അതൊരു റീസണാണ്. പിന്നെ ജനറലി ഡിമാൻഡ് ഇപ്പോഴും മ്യൂട്ടഡ് ആണ്. ഈ ഡെവലപ്ഡ് നേഷൻസിലൊക്കെ ഇപ്പോഴും IT ബഡ്ജറ്റ് ഡ്രാസ്റ്റിക്കായിട്ട് കൂടുന്നില്ല. അത് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം അതിൻ്റെ ഒരു ഡിമാൻഡ് സിനാരിയോവും നല്ല ഒരു ഹെൽത്തി അല്ല. അപ്പോൾ അതിൻ്റെ 2 റീസണാണ് പൊതുവെ മാനേജ്മെൻറ്റ് പറയുന്നത്. പിന്നെ ഒരുപാട് സ്ട്രക്ചറലായിട്ട് ചേഞ്ചസ് IT ഈ ഫീൽഡിൽ വരുന്നുണ്ട്. പലരും ഈ ഡിജിറ്റലൈസേഷൻ അതുപോലെ പുതിയ പുതിയ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്ട്രക്ചറലായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതുപോലെ ടെമ്പററി ആയിട്ടുള്ള കറൻസി പ്രോബ്ലംസും പറയുന്നുണ്ട്. അപ്പോൾ ഓൺലി ടൈം വിൽ ടെൽ ഈ IT കമ്പനീസിൻ്റെ പ്രശ്നം. ഈ ലാർജ് ക്യാപ്പ് ITസിലൊക്കെ ഈ പ്രോബ്ലംസ് ടെമ്പററി ആണോ സ്ട്രക്ചറൽ ആണോ എന്നുള്ളത് വരുന്ന കാലത്തുള്ള റിസൾട്ട്സ് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ റൂറൽ എക്കോണമി ആക്ച്വലി സ്ലോ ചെയ്യുന്നുണ്ട്. അതിന് മെയിനായിട്ട് 2 റീസൺ ഉണ്ട്. ഒന്ന് ഈ നമ്മുടെ അഗ്രി കമോഡിറ്റി പ്രോഡക്ട്സിൻ്റെ ഒക്കെ വില നല്ല രീതിയിൽ കുറഞ്ഞു. മെയിൻലി റബ്ബർ, കോട്ടണൊക്കെ ആൾറെഡി വളരെ ലോ പ്രൈസിലാണ് ഇരിക്കുന്നത്. ഷുഗർ ഇതിൻ്റെയൊക്കെ ഇൻ്റർനാഷണൽ പ്രൈസൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം ജനറലി നമ്മൾ ഇതൊക്കെ വിൽക്കുന്ന കർഷകർക്ക് ഇതിൻ്റെ നല്ല രീതിയിലുള്ള വില കിട്ടുന്നില്ല. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ നേരത്തെയുള്ള UPA ഗവൺമെൻറ് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയിരുന്നു നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് സ്കീം. അവർ ഒരുപാട് അലോക്കേഷൻ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രസന്റ് ഗവൺമെൻറ് അലോക്കേഷൻ ഉണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി സ്ലോ ആണ് ആ ഒരു സെക്ടറിൽ. അപ്പം പൊതുവേ ജോബ് ക്രിയേഷൻ റൂറൽ എക്കോണമിയിൽ സ്ലോ ആണ്. അതും മെയിനായിട്ടൊരു റീസണാണ്. പിന്നെ ഒരു മെയിനായിട്ട് വന്നത് ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ നമ്മുടെ അൺസീസണൽ റെയിൻസ് ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യയിൽ ഒരുപാട്. അപ്പോൾ അതിലൊരുപാട് ക്രോപ്പ് ഡാമേജ് പോയിട്ടുണ്ടായിരുന്നു. ജനറലി രാജസ്ഥാൻ അതുപോലെ പഞ്ചാബ്, ഹരിയാന ഇവിടെയൊക്കെ ഒരുപാട് ക്രോപ്പ് ഡാമേജ് ഉണ്ട്. നമുക്കറിയാം ഈ മാംഗോ സീസണാണ് ഏപ്രിൽ മെയിൽ. പക്ഷേ ഇപ്പോൾ മാംഗോസ് പണ്ടത്തെ അത്ര അവൈലബിൾ അല്ല. കാര്യം ഈ അൺസീസൺ റെയിൻസ് ഉള്ളതുകൊണ്ട് ഒരുപാട് ഈ ക്രോപ്പ് ഡാമേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം TV നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഈ റൂറൽ എക്കോണമി ഒരു വളരെ രീതിയിൽ അവരൊക്കെ കഷ്ടപ്പെടുകയാണെന്നുള്ള ഒരു സിനാരിയോയിലാണ് എല്ലാവരും പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഈ നമ്മൾ CNBC TV ETA എടുത്താൽ റൂറൽ എക്കോണമിയുടെ പ്രശ്നങ്ങളാണ് അവർ കൂടുതലും മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. ഇപ്പം റൂറൽ എക്കോണമിയുടെ സ്ലോ ഡൗൺ മെയിനായിട്ട് ബാധിക്കുന്നത് ഒന്ന് 2 വീലർ ഗ്രോത്ത് ആയിരിക്കും. ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹീറോ ഹോണ്ടയുടെ റിസൾട്ട് 2 ദിവസം മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. സെയിൽസ് നമ്മൾ വിചാരിച്ചത്ര ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, പക്ഷേ പ്രോഫിറ്റും കുറവായിരുന്നു. അത് അവർ ആഡിൻ്റെ എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. പക്ഷേ ജനറലി നമ്മൾ 2 വീലർ കാണുന്ന ഒരു ഗ്രോത്ത് കാണുന്നില്ല. അതുപോലെ FMCG കമ്പനീസിനും ഗ്രോത്ത് കുറവായിരിക്കും. പക്ഷേ HULൻ്റെ റിസൾട്ട് തന്നെ കുറച്ച് ബെറ്റർ ആയിരുന്നു. പക്ഷേ അതർ ഇൻകം ഉണ്ടായിരുന്നു. എങ്കിലും ആ ഒരു നേരത്തെ കാണുന്ന ഒരു ഗ്രോത്ത് ജനറലി FMCG കമ്പനീസിന് വരത്തില്ല. അതുപോലെ കൺസ്യൂമർ ഡ്യൂറബിൾസിലുള്ള ലോവർ എൻഡ് പ്രോഡക്ട്സിനൊക്കെ ഡിമാൻഡ് കുറവായിരിക്കും. അപ്പോൾ റൂറൽ എക്കോണമി ബാധിക്കുകയാണെങ്കിൽ FMCG അതുപോലെ 2 വീലർ കമ്പനീസിനൊക്കെ അതുപോലെ ചെറിയ ഇലക്ട്രിക്കൽ കമ്പനീസ് ഇതിനൊക്കെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മൺസൂൺ ജനറലി നമ്മൾ വീക്കാണെന്നുള്ള ഒരു വ്യൂ ആണ് മാർക്കറ്റ് എടുത്തത്. ഓൾറെഡി അത് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ മൺസൂൺ ജൂണിൽ വന്നിട്ട് അത് നല്ല മൺസൂണാണ്, നല്ല രീതിയിൽ ഇന്ത്യയിൽ വൈഡ് സ്പ്രെഡായിട്ട് നല്ല ഡിസ്ട്രിബ്യൂഷനിൽ മൺസൂൺ വരികയാണെങ്കിൽ മാർക്കറ്റ് അതിനെ പെട്ടെന്ന് റിക്കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ന്യൂസ് നമ്മൾ എവരി നെഗറ്റീവ് ന്യൂസ് ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് മൺസൂൺ ഒരു പക്ഷേ സ്കൈമെറ്റിൻ്റെ പ്രഡിക്ഷൻ അനുസരിച്ച് നല്ല രീതിയിൽ വരികയാണെങ്കിൽ ഈ മിഡ് ക്യാപ് ഷെയർസൊക്കെ തിരിച്ച് ഒരു ചെറിയ റാലി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ലെവലിൽ കുറച്ച് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയ ലെവലാണ്. കാരണം 9000 മാർക്കറ്റ് പോകുമ്പോൾ ഒരുപാട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റ് ഒരുപാട് കയറി കഴിഞ്ഞു, ഇനി മേടിക്കാൻ പറ്റത്തില്ല, ഒരുപാട് എല്ലാം പ്രൈസൊക്കെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് പറയും. പക്ഷേ ഇപ്പോൾ നല്ലൊരു 20% മാർക്കറ്റ് ഡൗൺ ആയിട്ടുണ്ട്, 10%. അപ്പോൾ ഈ ലെവലിൽ ചില സ്റ്റോക്സ് ഒക്കെ 20% ഡൗൺ ആയിട്ടുണ്ട് ഹൈന്ന്. ഈ ലെവലിൽ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ്. ഇവൻറ്റ്സ് ടു വാച്ച് Q4 റിസൾട്ട്സ് തീർന്നിട്ടില്ല. മെയ് 31 വരെ ഉണ്ട്. കാര്യം ഇപ്പം നമ്മൾ ആനുവൽ റിസൾട്ട് ആയതുകൊണ്ട് 2 months ആണ് ടൈം. അപ്പം മെയ് 31 വരെ റിസൾട്ട് സെഷൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ്.
പിന്നെ ഗ്ലോബൽ മാർക്കറ്റ്സ് നമുക്ക് വാച്ച് ചെയ്യേണ്ടതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ FI ആക്ടിവിറ്റി, ഒരു FI സെല്ലിംഗ് കണ്ടിന്യൂ ആണ്. അവർ ബയേഴ്സ് ആവുന്നവരെ നമുക്ക് ആവുന്ന ഇത് നോക്കണം. പിന്നെ അതുപോലെ മൺസൂൺ ജനറലി ജൂൺ 1 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് മൺസൂണിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് നോക്കേണ്ടതാണ്. പിന്നെ ഇൻഫ്ലേഷൻ IIP ഡേറ്റ 12th 14th ഈ മെയിൽ 12th 14th ഇൻഫ്ലേഷൻ IIP ഡേറ്റ വരും. കാരണം ഇൻഫ്ലേഷൻ കണ്ടിന്യൂ ആയിട്ട് ലോവർ ആണെങ്കിൽ നെക്സ്റ്റ് മന്ത് RBI മീറ്റ് ഉണ്ട് ജൂണിൽ. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമോ എന്നുള്ളത് ആ ഒരു ചർച്ചാ വിഷയമാകും പിന്നെയും. അപ്പോൾ ആ ഇൻഫ്ലേഷൻ IIP ഡേറ്റ ഈ മാസം 12th 14th വരുന്നതാണ്. അതും നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ ഓവറോളായിട്ട് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേമിൽ ഒരു പ്രൊജക്ഷനാണ് ഞാൻ പറഞ്ഞത്. വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഒരു 7100 വരാമെന്നുള്ളത്. പക്ഷേ നമ്മുടെ ലോങ് ടേം പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ലോങ് ടേം ഫോർകാസ്റ്റ് അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ സെൻസെക്സ് ഒരു 1 lakh അതിന് മുകളിൽ വരാൻ ചാൻസ് എന്നുള്ള നമ്മുടെ വ്യൂവിന് ഒരു മാറ്റവുമില്ല. ഇപ്പോഴുള്ള ഷോർട്ട് ടേം ആയിട്ടുള്ള നമ്മൾ ഉദ്ദേശിച്ച പോലുള്ളൊരു പെർഫോമൻസ് കമ്പനീസിന് വന്നില്ല. പിന്നെ FIs കുറച്ച് സെല്ലിംഗ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഷോർട്ട് ടേം വീക്ക്നെസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ പാനിക്കായിട്ട് വിൽക്കേണ്ട കാര്യം അങ്ങനെയൊന്നുമില്ല. അപ്പം നമുക്ക് നല്ല പ്രോഫിറ്റുള്ള ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ ഒരു റൈസിൽ ഒരു ഫോളിൽ കൊടുക്കരുത്. ഫോളിൽ കൊടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഷെയർസ് വിൽക്കാൻ പോകുമ്പോൾ മിഡ് ക്യാപ് സ്റ്റോക്സ് ഒക്കെ ലിക്വിഡിറ്റി വളരെ കുറവായിരിക്കും. നല്ലൊരു റൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പ്രോഫിറ്റുള്ള ഷെയർസ് കുറച്ച് വിറ്റ് നിന്ന് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. മാർക്കറ്റ് നമ്മളിപ്പോൾ ഇരിക്കുന്നതുകൊണ്ടൊക്കെ 8,000 താഴെ വന്നിട്ട് 7,100 അങ്ങനെ വരണമെന്നൊന്നുമില്ല. ഞാൻ വേഴ്സ്റ്റ് കേസ് സിനാരിയോണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു 8,000 താഴെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴോട്ട് എവിടെ വന്നിട്ട് വേണമെങ്കിലും മാർക്കറ്റ് റിക്കവറി ചെയ്യാം. അപ്പോൾ നമുക്ക് കയ്യിൽ ഫണ്ട്സ് ഇപ്പോൾ മിക്കവാറും എല്ലാവരും എപ്പോഴും ഫുള്ളി ഇൻവെസ്റ്റഡ് ആണ്. അപ്പോൾ ഒരു റൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഫോൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് മേടിക്കാനായിട്ട് നമുക്കൊരു പാനിക് സിറ്റുവേഷൻ അങ്ങനെയൊന്നുമില്ല. കുറച്ച് FIs സെല് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ നേരത്തെ ഉള്ള ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഓവർ വാല്യൂഡ് അല്ല ഒട്ടും. 1 year ഫോർവേഡ് വാല്യൂ 8,800 നിൽക്കുന്ന സമയത്ത് 1 year ഫോർവേഡ് വാല്യൂഷൻ 19 വന്നിട്ടുള്ളൂ PE. ഇപ്പോൾ ഏകദേശം ഒരു 15% കറക്ഷൻ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ 1 year ഫോർവേഡ് വാല്യൂഷൻ എന്ന് പറയുന്നത് 17 point something ഉള്ളൂ. ഈവൻ ഡെവലപ്ഡ് കൺട്രീസ് ഇപ്പം US എക്കോണമിയൊക്കെ 1.5% 2% GDP ഗ്രോത്ത് ഉള്ളവർക്ക് പോലും 1 year ഫോർവേഡ് വാല്യൂഷൻ 16 17 ഒക്കെ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ 8% അല്ലെങ്കിൽ 7% ഗ്രോ ചെയ്യുന്ന ഇന്ത്യയെ പോലുള്ള കൺട്രിയുടെ വാല്യുവേഷൻസ് ഇപ്പോഴും വളരെ നോമിനലാണ്. അപ്പം മാർക്കറ്റ് അപ്പം നമുക്ക് ആ വാല്യുവേഷനിൽ നമ്മളൊരു കാൽക്കുലേഷൻ വരുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ 1 year ഫോർവേഡ് വാല്യുവേഷൻ ഒരു 15% ഗ്രോത്ത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അതിപ്പോൾ 5 നമ്മൾ ഉദ്ദേശിച്ചതിനൊക്കെയാണെങ്കിൽ 5% ആയിപ്പോയി. അതുകൊണ്ടുള്ള കുറച്ച് താൽക്കാലിക മാന്ദ്യമാണ്. പക്ഷേ ലോങ് ടേമിൽ നമ്മുടെ മാർക്കറ്റിൽ നമുക്കുള്ളൊരു വ്യൂ ഒട്ടും മാറുന്നില്ല. കാര്യം വെച്ചാൽ ഈ മോഡി ഗവൺമെൻറ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പം ഇന്ത്യയിൽ പോലുള്ളൊരു വോസ്റ്റ് ഒരു കൺട്രിയിൽ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, ഒരുപാട് ഒപ്പോസിഷൻ ഉണ്ട്. ഇപ്പോൾ എന്ത് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഇപ്പം വേറെ ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളത് US അമേരിക്കൻ എക്കോണമിക്സിലൊക്കെ നമ്മുടെ ജനത്തിന് അല്ലാന്നുണ്ടെങ്കിൽ രാജ്യത്തിന് വേണ്ടിയുള്ള നല്ല റിഫോംസ് നല്ല കാര്യങ്ങളും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒപ്പോസിഷൻ പാർട്ടീസ് സപ്പോർട്ട് ചെയ്യും. ഇവിടെ എന്ത് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഒരു പൊളിറ്റിക്കൽ ഗെയിനാണ് എല്ലാവരുടെയും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അവർക്ക് എങ്ങനെയെങ്കിലും പവറിൽ വരണം. അപ്പം ബാക്കിയുള്ളവർ ഇപ്പോൾ ഇരിക്കുന്ന ഗവൺമെൻറ് എന്ത് നല്ല കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാലും ഒപ്പോസ് ചെയ്യുന്ന ഒരു രീതിയാണ് കാണുന്നത്. അപ്പം ഇപ്പോൾ അങ്ങനെയുള്ള ഇപ്പം മോഡി ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഇപ്പം 1 വർഷമോ 2 വർഷമോ കഴിയുമ്പോഴത്തേക്ക് രാജ്യസഭയിൽ ഗ്രാജുവലായിട്ട് ദേ വിൽ ഓൾസോ ഗെറ്റ് മെജോറിറ്റി. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം പാസ്സാക്കാനായിട്ട് വരും. 1-2 വർഷം കൊണ്ട് നമ്മൾ ഒരു ഓവർ എക്സ്പെക്ടേഷൻ ആയിപ്പോൾ 1 വർഷം കൊണ്ടൊക്കെ ഭയങ്കര ചേഞ്ച് വരുമെന്ന് വിചാരിച്ച് വന്നില്ല. പക്ഷെ ആ ചേഞ്ചസ് തീർച്ചയായിട്ടും 2 വർഷമോ അല്ലെങ്കിൽ 3 വർഷമോ കൊണ്ട് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ല സാറേ. അല്ല അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സപ്പോസ് ഇന്ത്യയിൽ ഒരു കുറേ IT കമ്പനീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ IT കമ്പനീസൊക്കെ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നല്ല കമ്പനീസൊക്കെ 20-21 PE ട്രേഡ് ചെയ്യുന്നത്. അപ്പം ചൈനയിൽ അപ്പോൾ ഇന്ത്യയിൽ ഒരു IPO പ്രൈസിങ്ങിന് സെബിയോ ഗവൺമെൻറ്റോ ആരും ഇടപെടുന്നില്ല. നിങ്ങൾക്ക് എന്ത് റേറ്റിന് വേണമെങ്കിലും പ്രൈസ് ചെയ്യാം. അതേസമയത്ത് ചൈനയിൽ അവർ പറഞ്ഞ് നിങ്ങൾ IPO കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മാർക്കറ്റിൽ ബാക്കിയുള്ള ആ സിമിലർ പിയേഴ്സ് 21 PE ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബ്രിങ് ഇറ്റ് അറ്റ് 15 PE എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ പിയേഴ്സിൻ്റെ വാല്യുവേഷനെ കാട്ടി കുറച്ച് വാല്യുവേഷൻ കൊടുക്കുന്നത് ലോവർ പ്രൈസിലാണ് അവിടെ വരുന്നത്. റിയലിസ്റ്റിക് വാല്യൂ ഉള്ള ഒരു ഇപ്പോൾ ഉള്ള വാല്യൂയെ കാട്ടി കുറഞ്ഞൊരു വാല്യൂ. അപ്പം നാച്ചുറലായിട്ട് എന്ത് പറ്റും, അത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നാച്ചുറലായിട്ട് മാർക്കറ്റിൽ ബാക്കിയുള്ള ഷെയർസിന് ഹയർ വാല്യുവേഷൻ ആയ കാരണം സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ വാല്യൂ കയറി പോകും. ഇമ്മീഡിയറ്റ് ലിസ്റ്റിങ്ങിൽ തന്നെ അതിൻ്റെ വാല്യൂ കയറുകയാണ്. ഇവിടെ ഹൈ പ്രൈസ് ആയിട്ട് വന്നിട്ട് എങ്ങനെയെങ്കിലും FIസിനെ അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ചാക്കിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട്
മാർക്കറ്റിൽ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഡേ ഒരുപാട് സ്ക്രിപ്റ്റ്സ് ഫസ്റ്റ് ഡേ 800 രൂപയ്ക്കാണ് ഇഷ്യൂ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ അന്നൊരു 850 860 ഒരു ദിവസം നിൽക്കും. അത് കഴിയുമ്പോൾ പിന്നെ അത് തിരിച്ച് 400 450 പോകുന്ന സ്ഥിതിയാണ് ഇവിടെ കാണുന്നത്. ലിസ്റ്റ് ചെയ്തത് അല്ല, അത് ജനറലി ഈ സെബി വന്ന് ഈ പ്രൈസിൽ ഇടപെടാറില്ല. പ്രൈസ് അവര് സെബി നോക്കുന്നത് അവർ കൊടുക്കുന്ന ആ റെഡ് ഹിയറിംഗ് പ്രോസ്പെക്ടസിൽ ഇവർ പറയുന്നതൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കും. ഈ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ആണ്. അപ്പൊ അവർ തമ്മിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ഞാൻ 50 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത് തരാൻ പറയും, വേറൊരാൾ 60 രൂപയ്ക്ക് പറയും. അപ്പം പ്രൊമോട്ടർ എന്ത് ചെയ്യും? ഏറ്റവും കൂടുതൽ പൈസ ആര് തരുന്ന ആ ഇൻവെസ്റ്റർ ബാങ്കറുടെ അടുത്ത് പോകും. അവര് കൂടുതൽ ആൾക്കാരെ ഇങ്ങനെ അവരുടെ ആ ഒരു മാർക്കറ്റിംഗ് ട്രസ്റ്റ് കൊണ്ട് അവര് IPO സക്സസ് ആക്കി എടുക്കും. നമ്മളിപ്പോൾ ഒരു IPOക്ക് പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ബോംബെയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 വർഷം കഴിഞ്ഞ് IPO ആക്കണമെന്ന് പറയണമെങ്കിൽ ഒരുപാട് നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അവർ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവർ പറയും. നിങ്ങളുടെ എത്ര സെയിൽസ് ഉണ്ട്? 50 കോടി. ഈ സെയിൽസ് 2 വർഷം കൊണ്ട് 200 കോടി ആക്കണം. അത് എങ്ങനെ ആക്കണം? അത് കുറേ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. അത് കുറേ ആർക്കെങ്കിലും കുറച്ച് ലോണായിട്ട് കൊടുത്ത് തിരിച്ച് വന്നതായിട്ട് കാണിച്ച് അതിനെ സെയിൽസ് ആയിട്ട് കാണിച്ച് ആർട്ടിഫിഷ്യലായിട്ട് ഒരുപാട് കമ്പനീസ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സപ്പ് ചെയ്തിട്ട് ഇങ്ങനെ 2-3 വർഷം പ്രോഫിറ്റൊക്കെ കാണിച്ചിട്ട് കുറച്ച് മീഡിയയിൽ ഈ കമ്പനിയെക്കുറിച്ച് കുറച്ച് ന്യൂസ് എല്ലാം വന്ന് ആൾക്കാരുടെ ഇടയിൽ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് അവർ IPO ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ IPO ചെയ്ത് പല കമ്പനി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പല കമ്പനീസും IPO ചെയ്യും. 100 കോടി രൂപ റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏകദേശം 25 കോടി രൂപ ഇത് ചെയ്യുന്ന ആളുടെ പോക്കറ്റിലാണ് പോകുന്നത്. ബാക്കി 75 കോടി ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ഇന്ത്യയിൽ ഒരുപാട് ഈ IPO മാനിപ്പുലേഷൻ പണ്ട് പോലേ നടക്കുന്നുണ്ട്, ഇപ്പോഴും പലതും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഞങ്ങൾ IPO നോക്കുമ്പോൾ നമ്മൾ മിക്കവാറും ക്യാപ് സ്റ്റോക്സിൽ നിന്ന് നമ്മളിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് അത് അതിൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കി എങ്ങനെയാണെന്നെല്ലാം നോക്കിയിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. വെറുതെ അത് മാത്രമല്ല ഒരുപാട് പെയ്ഡ് ന്യൂസ് ഇപ്പോൾ CNBC-യിലും അങ്ങനെയുള്ള ഒരുപാട് ചാനലുകളിൽ ഒരു വരുന്നതിൻ്റെ ഒരു 50% കൂടുതൽ കമ്പനീസിനെ കുറിച്ച് വരുന്നതെല്ലാം പെയ്ഡ് ന്യൂസാണ് മിക്കവാറും വരുന്നത്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ മിസ്ലീഡ് ആവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള എല്ലാ ബ്രോക്കിംഗ് ഫേംസും നല്ല റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നുണ്ട്. അതായത് നല്ല ബ്രോക്കിംഗ് ഫേംസിൽ ഇപ്പം നമ്മൾ ക്യാപ് സ്റ്റോക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർത്തിക്കെല്ലാം വളരെ ഇൻഡെപ്റ്റ് ആയിട്ട് ഒരുപാട് ഷെയർസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മലപ്പുറം ഫൈനാൻസ് അത് 130 രൂപയ്ക്ക് 140 രൂപയ്ക്ക് ഇതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഞാൻ കാർത്തിക് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ബില്യൺസ് ഓഫ് ഡോളേഴ്സാണ് എല്ലാം ഇക്വിറ്റി ഇടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് കാർത്തിക് പറഞ്ഞിട്ടുണ്ട് അത് അവോയ്ഡ് ചെയ്യണം. കാര്യം ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗോൾഡ് പ്രൈസസ് കയറുന്നതനുസരിച്ചാണ്. ഗോൾഡ് എന്ന് വെച്ചാൽ അവർ ലോൺ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 95% ലോൺ കൊടുക്കും. 95% ലോൺ കൊടുത്തിട്ട് 36% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വർഷം അപ്പോൾ ആ 36% ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് വെച്ചിട്ടാണ് മുകളിലോട്ടുള്ള പ്രൊജക്ഷൻസ്. അപ്പോൾ ഇത് കൊണ്ടുകൊടുത്ത ആൾ ഇത് എടുക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് തന്നെ 36% ലോസായി. അപ്പോൾ പണ്ടല്ലേ ഗോൾഡ് കമ്പനീസിന് എങ്ങനെയാണ് ലോസ് വരാൻ ചാൻസ് ഉള്ളതെന്ന് ആൾക്കാർ വരും. ഗോൾഡ് ഇരിക്കുകയല്ലേ, ഗോൾഡ് ഇരിപ്പുണ്ട് 36% കൊടുത്തിട്ട് ഗോൾഡ് അങ്ങനെ തന്നെ ഇരിക്കണമെങ്കിൽ അവരുടെ പ്രൊജക്ഷൻസ് പോവില്ലേ. അപ്പോൾ അതേപോലെ നമ്മൾ ശരിക്കും റിസർച്ച് ചെയ്തിട്ടേ നമ്മൾ IPO നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന IPOs ഒക്കെ മിക്കവാറും ഒക്കെ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് നമ്മൾ റിപ്പോർട്ട് അയക്കുന്നുണ്ട് ഓരോ IPOയ്ക്കും, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റും. കമ്പനി നല്ല കമ്പനിയാണ് സാർ, പക്ഷേ ഇപ്പോഴത്തെ പ്രൈസിൽ ഹൈലി വാല്യൂഡ് ആണ്. ലോജിസ്റ്റിക്സ് കമ്പനിയാണ് അവരുടെ ഓവർ വാല്യൂഡ് പറയാൻ പറ്റില്ല, ഫുള്ളി വാല്യൂഡ് ആണ്. ലിസ്റ്റീം ലോജിസ്റ്റിക്സ് കമ്പനി IPO വന്നപ്പോൾ തന്നെ ഫുള്ളി വാല്യൂഡ് ആയിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ കയറി ബുക്ക് ചെയ്യുന്നെങ്കിൽ ബുക്ക് ചെയ്യാം. കാര്യം ഈ ലോജിസ്റ്റിക്സിൽ ഈ മറ്റേ ഫ്രൈറ്റ് കോറിഡോർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല GST ഫ്രൈറ്റ് കോറിഡോർ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ് കിട്ടും. പക്ഷെ അത് വരുന്നവരെ അതിൻ്റെ ഒരു ബിസിനസ് ഇമ്പ്രൂവ്മെന്റ് സ്ലോ ആയിരിക്കും. ഈ ലോജിസ്റ്റിക് കമ്പനീസിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസും ഒരിടയ്ക്ക് എഡ്യൂക്കേഷണൽ കമ്പനീസ് അങ്ങനെയുള്ള കമ്പനീസ് കുറവാണ്. എഡ്യൂകോം എന്നൊക്കെ പറഞ്ഞ കമ്പനീസിന് ഇങ്ങനെ വലിയൊരു വാല്യൂഷനിൽ കൊണ്ടുപോയ കാര്യം വെച്ചാൽ അങ്ങനെയുള്ള ലിസ്റ്റഡ് കമ്പനീസ് കുറവാണ്. NIT അതുപോലുള്ള കുറച്ച് കമ്പനീസേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു സെക്ടറിൽ കുറച്ച് കമ്പനീസ് ഉള്ള സെക്ടർ വരുമ്പോഴത്തേക്കും അതിന് സാധനം ഇല്ലാത്ത കാരണം അതിന് വലിയ വാല്യൂഷൻ ആയിരിക്കും. ഇപ്പം എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനൊക്കെ മേടിക്കുന്നത് പാൻറ് ഷർട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം ഓൺലൈനായിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ അത് കാരണം ലോജിസ്റ്റിക് കമ്പനീസിന് ഭയങ്കര ഡിമാൻഡാണ്. അപ്പം ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ നമ്മൾ ഫ്ലിപ്കാർട്ട് ഇതിൻ്റെയൊക്കെ വാല്യൂഷൻസ് എനിക്ക് ഇമാജിൻ അത്രയ്ക്ക് ഉള്ള ഒരു ഡിമാൻഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഓൺലൈൻ റീറ്റെയിൽ കമ്പനീസിനൊക്കെ ഇത്ര വാല്യൂഷൻ. അപ്പോൾ ഓൺലൈൻ റീറ്റെയിൽ കമ്പനീസ് നിലനിർത്തണമെങ്കിൽ ലോജിസ്റ്റിക്സ് ഇന്ത്യയിൽ ലോജിസ്റ്റിക്സ് മൊത്തത്തിൽ കുഴപ്പമാണ്. സ്റ്റോറേജിനുള്ള സ്പേസ് ഇല്ല, നല്ല കൊറിയേഴ്സ് ഇല്ല. അപ്പം അങ്ങനെ ലോജിസ്റ്റിക് കമ്പനീസിന് നല്ല വാല്യൂഷൻ വരും.
ഇപ്പോൾ നമ്മളിപ്പോൾ ഓവർ വാല്യൂഡ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കമ്പനീസ് ഇല്ലാത്തത് കാരണം ഈ കമ്പനീസ് തന്നെ ഭയങ്കരമായിട്ടൊരു വാല്യൂഷൻ. നമ്മൾ റീസെൻ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്ത ഷെയർ ഗതിയല്ല, വേറൊരു കമ്പനി ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ മറന്നുമില്ല, ഇപ്പോൾ കാർത്തികിന് അറിയാം. അല്ല നേരത്തെ ഉള്ളൊരു ഇത് പഴയ കമ്പനി. അപ്പോൾ ഇത് വിളിക്കണേ ഞാൻ പറഞ്ഞുതരാം. നോട്ട് ബ്ലൂ ഡോട്ട്, ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, TCI. അതൊരു 40 രൂപയ്ക്ക് ഉണ്ടായിരുന്നു. അതൊരു സോളിഡ് കമ്പനിയാണ് കേട്ടോ. അതിപ്പോഴും വില 240 250 ഒക്കെ പബ്ലിസിറ്റാണ്. 240 റേഞ്ചൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അത് മാർക്കറ്റ് വീണിട്ടൊന്നും വീഴുന്നില്ല. അപ്പം അങ്ങനെയുള്ള നല്ല ലോജിസ്റ്റിക് കമ്പനീസ് ഓവർ വാല്യൂഷൻ ആണെങ്കിലും ഇപ്പം നമ്മൾ പണ്ട് 2000-ൽ ഈ പറഞ്ഞ കണക്ക് ഈ സോഫ്റ്റ്വെയർ കമ്പനീസിൻ്റെ ഒക്കെ ഓവർ വാല്യൂഷൻ ആയിരുന്നു. അപ്പോൾ അന്ന് സോഫ്റ്റ്വെയർ കമ്പനീസ് വർ ഗ്രോയിങ് അറ്റ് 30%. അപ്പോൾ എല്ലാവരും അസ്യൂം ചെയ്യും ഇപ്പോൾ 30% ഇപ്പോൾ ഗ്രോ ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും അതിൻ്റെ ഗ്രോത്ത്. അതുകൊണ്ടാണല്ലോ വിപ്രോ എല്ല 500 PE ട്രേഡ് ചെയ്തൊക്കെ. പക്ഷേ നമ്മൾ ആലോചിക്കുന്നത് വെച്ചാൽ ഇത്രയും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഇതാകുമ്പോഴത്തേക്ക് ആദ്യമുള്ള എൻട്രീസിന് അത് നല്ലതായിട്ട് ഗ്രോ ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഫീൽഡ് ആകുമ്പോഴത്തേക്ക് പുതിയ കമ്പനീസ് നാച്ചുറലായിട്ട് അവിടെ വരികയും ഇവരുടെ പ്രോഫിറ്റ് മാർജിൻ ഗ്രാജുവലായിട്ട് സ്ക്യൂസ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളത് നമ്മൾ അറിയണം. അപ്പം അതിന് ആദ്യമുള്ള ഒരു ഇതിൽ നമുക്കിപ്പോൾ ലോജിസ്റ്റിക് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇക്വിപ്മെന്റ് ഫിനാൻസ് ബിസിനസ് ഉണ്ട് അവരുടെ സബ്സിഡറി കമ്പനി. അതിൽ NPA ഭയങ്കരമായിട്ട് കൂടിപ്പോയി. അപ്പോൾ അഡീഷണലി പ്രൊവിഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ കൺസോളിഡേറ്റഡ് ഏർണിങ്സ് ആണ് ഭയങ്കരമായിട്ട് ഇറങ്ങിപ്പോയത്. ഇക്വിപ്മെന്റ് ഫിനാൻസ് ബിസിനസ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നിപ്പോൾ ഒരു ചർച്ചയിലിരിക്കുക. അത് ഭയങ്കരമായിട്ട് ലോസ് ആയിപ്പോയി. അതിലാണ് ഈ ടോട്ടൽ പ്രോഫിറ്റ് കുറഞ്ഞത്. അത് ഇറങ്ങി ഭയങ്കരമായിട്ട് റിസൾട്ട് വന്നിട്ട് അടുത്ത ദിവസം ഭയങ്കരമായിട്ട് ഇറങ്ങി. കഴിഞ്ഞ മാസം വന്നിട്ട് ഞങ്ങൾ കാണിച്ചായിരുന്നല്ലോ, അത് ഹോൾഡ് ചെയ്യണോ വേണ്ടതെന്നുള്ളൂ. അല്ല, അതൊരു കാര്യം ചെയ്താൽ മതി. അങ്ങനെയുള്ളൊരു ഷെയർസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 1 വർഷം ബാക്കിലുള്ളത് നമ്മൾ പറയുന്നുള്ളൂ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഷെയർസിൻ്റെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് പതിനാവിനെ വിളിക്കുകയോ അല്ലെങ്കിൽ മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വരികയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ക്രിപ്റ്റ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പെർഫോം ചെയ്യില്ലെങ്കിൽ ഞങ്ങൾ അപ്പം തന്നെ സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും നല്ല ഷെയർസ് നോക്കി മേടിക്കാം. അപ്പോൾ 4-5 വർഷമായിട്ട് അല്ലെങ്കിൽ അത് ശരിയല്ല, ഞങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. കാര്യം അത് പെർഫോം ചെയ്യുന്ന കാർത്തിക്കിന് വളരെ കോൺഫിഡൻ്റ് ആണ്. ഒരു 70 രൂപ ആവും എന്നാണ് പറയുന്നത്. പക്ഷെ ഞാനൊക്കെ 50 രൂപ താഴെ വന്നപ്പോൾ ഞാൻ കൊടുത്തു കളഞ്ഞു. പക്ഷെ അത് ഇനിയും അത് പെർഫോം ചെയ്യുമെന്നാണ് പറയുന്നത് സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേംസ്. അത് സ്റ്റോക്ക് ബ്രോക്കിംഗ് മാത്രമല്ല, അതിനുമായിട്ട് അലൈഡായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ഹോൾഡ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ എൻ്റെ ലോജിക്ക് എന്ന് വെച്ചാൽ വേറെ ഒരുപാട് ഷെയർസ് കയറുന്നുണ്ട്. ഇത് നമ്മൾ 54 മേടിച്ച സാധനം ഇപ്പോഴും 48 ഉണ്ട്. അത് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിറ്റിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും മേടിച്ചിട്ട് പിന്നെ കയറുന്ന സമയത്ത് നമുക്ക് മേടിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അത്ര അഡ്വൈസ് കറക്റ്റായിട്ട് പറഞ്ഞു തരും. നമ്മുടെ കയ്യിൽ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഷെയർസ്, കയറാത്ത ഷെയർസ് എന്ത് വേണം ചോദിക്കുകയാണെങ്കിൽ സാറേ തൽക്കാലം നമുക്ക് വിൽക്കാം, പിന്നീട് അത് നോക്കാം, ഇപ്പോൾ നമുക്ക് ഇന്ന ഷെയർസ് മേടിക്കാമെന്ന് പറയും. ഫോർ എക്സാമ്പിൾ മാരുതിയുടെ റിസൾട്ട്സ് നല്ല ഉഗ്ര റിസൾട്ട്സ് ആയിരുന്നു. അതിൻ്റെ ചാർട്ട് നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ റിലയൻസിൻ്റെ നോക്കിയപ്പോഴത്തേക്ക് റിലയൻസ് ഒരു മാർക്കറ്റ് ഇറങ്ങിയിട്ട് റിലയൻസിന് ഹയർ ബോട്ടമാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോളിംഗ് മാർക്കറ്റിൽ ഇതൊക്കെ ഈ റിലയൻസ് മാരുതി പോലുള്ള ഷെയർസ് ഒന്നും താഴോട്ട് വരത്തില്ല. അങ്ങനെയുള്ള ഒരുപാട് ഷെയർസ് മാർക്കറ്റിലുണ്ട്. അത് വിറ്റിട്ട് നമുക്ക് വേറെ മേടിക്കാം, അത്രേ ഉള്ളൂ. സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേംസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു മാർക്കറ്റ് ഭയങ്കരമായിട്ട് കയറുന്ന സമയത്ത് ഈ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേംസിൻ്റെയൊക്കെ ബിസിനസ് ഫിനോമിനലായിട്ട് സാധാരണ കയറും. പക്ഷെ അതുപോലുള്ളൊരു കയറ്റം നമ്മളിപ്പോൾ കാണുന്നില്ല. കാര്യം ഇപ്പോഴും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു കോൺഫിഡൻസ് കുറവ്. എന്ന് കഴിഞ്ഞാൽ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേംസിൻ്റെയൊക്കെ ബിസിനസ് ഒരു 40% റവന്യൂസ് കൂടിയിട്ടുണ്ട്. അതിനകത്തുള്ള ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷനാണ് ശരിക്കും. ഇപ്പോൾ കോമ്പറ്റീഷൻ കാരണം പലരും ഈ കഴിഞ്ഞ 3-4 വർഷം സ്റ്റോക്ക് ബ്രോക്കേഴ്സ് കമ്പനീസിന് മോശമായപ്പോഴത്തേക്ക് പല ആൾക്കാരും ഒരുപാട് അണ്ടർ കട്ട് ചെയ്തു. അങ്ങനെ അണ്ടർ കട്ട് ചെയ്ത പല ബ്രോക്കിംഗ് ഫേംസിനും വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ വന്നു. കാര്യം വെച്ചാൽ ഒരു അണ്ടർ കട്ട് ചെയ്ത് ബ്രോക്കറേജ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ലോങ് ടേം വ്യൂ ഇല്ല, ഷോർട്ട് ടേം വ്യൂ ആയിട്ടുള്ള പല ബ്രോക്കിംഗ് ഫേംസ്. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന ലിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേംസ് ഒന്നും നമുക്കൊന്നും പേടിക്കാനൊന്നുമില്ല. ഇപ്പോൾ ജിയോജിത്തൊക്കെ 52-50 രൂപയൊക്കെ ഉള്ളൂ. നമുക്കറിയാവുന്ന കമ്പനിയാണ്. പ്രൊമോട്ടറിനെ നമുക്ക് നന്നായിട്ട് അറിയാം. കേരള ബേസ്ഡാണ്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ബിസിനസ് ചെയ്യുന്ന ആളാണ് ജോർജ് സാറ്. അപ്പോൾ അതേപോലുള്ള കമ്പനീസൊക്കെ നമുക്ക് മേടിച്ചു വയ്ക്കാം. ഇമ്മീഡിയറ്റ് ആയിട്ടൊരു അപ്രീസിയേഷൻ കിട്ടണമെങ്കിൽ മാർക്കറ്റ് അതിനനുസരിച്ച് കയറണം. അപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ് ജിയോജിത്തൊക്കെ 60 വരെ പോയിട്ട് ഇപ്പോഴും 51-52 ഒക്കെ ഇരിക്കുന്നത്. 52 എന്ന് പറഞ്ഞാൽ 1 റുപ്പി ഷെയറാണ് കേട്ടോ. 520 രൂപ വിലയുള്ള സാധനമാണത്. അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്ക് ഭയങ്കര ഒരു ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നമ്മൾ ഈ പറയുന്ന കണക്ക്
60,000 അല്ലെങ്കിൽ 80,000 ഒക്കെ ഭാവിയിലാവുമ്പോഴത്തേക്ക് നാച്ചുറലായിട്ട് ഈ ഷെയർസ് എല്ലാം കയറും. നല്ല ഷെയറാ സാർ, ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് നല്ല റിട്ടേൺ കൊടുത്ത ഷെയറാ സിംഫണി. ബൈ ചെയ്യാന്നാണ് മെയിൻ. എയർ കൂളർ സെയിൽസ് ഉണ്ട്, അത് ഈ സമ്മർ ഒന്ന് നോർത്ത് ഇന്ത്യയിൽ വരാൻ കുറച്ച് ലേറ്റായി. ആക്ച്വലി മാർച്ച് സ്റ്റാർട്ടിങ് തന്നെ സമ്മർ തുടങ്ങി. ഇപ്രാവശ്യം വന്ന് വിന്റർ സെക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്തു. ആൾമോസ്റ്റ് ഏപ്രിൽ തൊട്ടാണ് ഈ സമ്മർ തുടങ്ങിയത് നോർത്ത് ഇന്ത്യയിൽ. അത് കഴിഞ്ഞിട്ടാണ് ഈ എയർ കൂളേഴ്സിന്റെ ഷെയർസ് ഒക്കെ അപ്രീഷിയേറ്റ് തുടങ്ങിയത്. അപ്പോൾ അത് കുറച്ച് ലേറ്റ് ആയപ്പോൾ അതിൻ്റെ ഒരു കറക്ഷൻസും വന്നു. നല്ല റിട്ടേൺ കൊടുത്ത ഒരു ഷെയറാണ്. ഇപ്പോഴത്തെ ലെവലിൽ മേടിക്കാവുന്നതാണ്. സിപ്ലൈ മേടിക്കാം, ഫുള്ളി വാല്യൂഡ് ആയിട്ടുള്ള ഷെയറാണ്. അവരുടെ എക്സ്പോർട്ടിംഗ് സിനാറിയോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. യൂറോപ്പിൽ ഒരുപാട് എക്സ്പോർട്ടിംഗ് ഫ്യൂച്ചർ അവർ നോക്കുന്നുണ്ട്. മുമ്പ് അവർ കൂടുതലും റെഗുലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ്സിലൊന്നും പോയിട്ടില്ലായിരുന്നു. ഇപ്പോൾ അതിൽ പോകുന്നുണ്ട്. സൺഫാർമയും മേടിക്കാം. സൺഫാർമയും കമ്പാരിറ്റീവ്ലി നല്ല ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയാണ്. സൺഫാർമയിൽ നിന്ന് ഇടയ്ക്ക് ഈ അവർക്ക് ജാപ്പനീസ് ഷെയർ ഹോൾഡേഴ്സ് അവർ എക്സിറ്റ് ചെയ്യുന്നു അല്ലേ സൺഫാർമയിൽ ഹാൻഡ്ബാഗ്സ്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് ഒരു നെഗറ്റീവ്, അവർ എക്സിറ്റ് ചെയ്ത പ്രൈസ് കുറവാണ്, അത് കാരണം ഷാർപ്പായിട്ടൊരു ഫോള് വന്നു. പക്ഷേ ലോങ് ടേം പ്രോസ്പെക്ട്സ് വളരെ നല്ലതാണ്. ഞങ്ങൾ ഈ റീസെൻ്റായിട്ട് PMSൽ അത് മേടിച്ചത് സൺഫാർമ. ഒക്കാട് 1000 പോവും 2000 പോവും അതൊന്നും അതെ അല്ല, അത് ഒക്കാട്ട് ഒരു നെഗറ്റീവ് ന്യൂസിലാണ് ഭയങ്കര ഷാർപ്പായിട്ട് ഇറങ്ങിയത്. പക്ഷെ അത് വളരെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഷെയർസാണ്. ഒരു ട്രേഡറിനെ സംബന്ധിച്ചോളം മേടിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടും. ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് ഞങ്ങളുടെ PMSൽ മേടിച്ചാണ് 600 രൂപയ്ക്ക് എന്തോ മേടിച്ചെന്ന് തോന്നുന്നു. അതിൻ്റെ ഫ്ലക്ച്വേഷൻ കാരണം ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. പിന്നെ അത് 1000 റുപ്പീസ് വരെ പോയിട്ട്, സോറി 1,400 എന്തോ ഞങ്ങൾ മേടിച്ചു. 2,000 വരെ പോയിട്ട് ഇപ്പോൾ തിരിച്ചിറങ്ങി 1,200 എന്തോ ആയി. 800 രൂപയൊക്കെ 7-8 ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ അൺഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഷെയറാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് ആംഗിളിൽ നമുക്ക് പേടിയാണ് അത് മേടിക്കാനായിട്ട്. ഈ സ്മാർട്ട് സിറ്റീസ് ഒക്കെ വരികയാണെങ്കിൽ പെയിൻസ് സിമന്റ് കമ്പനീസിനൊക്കെ നല്ല ഫ്യൂച്ചർ ഉണ്ട്. ആൾറെഡി നല്ല കമ്പനിയാണ്, മേടിക്കാവുന്നതാണ്. ഈ സ്മാർട്ട് സിറ്റിയൊക്കെ ഗവൺമെന്റ് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാം പുതിയ സ്ട്രക്ചേഴ്സ് ആയിരിക്കും, പുതിയ ഡെവലപ്മെന്റ്സ് വരും. അപ്പോൾ ജനറലി ഈ ഹൗസിംഗ് അതുപോലത്തെ കമ്പനീസ് എല്ലാം നല്ല ഒരു ഗ്രോത്ത് ഉള്ള ചാൻസ് ഉണ്ട്. സ്മാർട്ട് സിറ്റീസ് അതാണ് അവർ പറയുന്നത്. കുറേ ഏക്കർ സ്ഥലം എടുത്തിട്ട് അതിലെല്ലാം ഒരു പുതിയ സിറ്റീസ് ഡെവലപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വരുമ്പോൾ ഒരുപാട് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് വരും, ഹൗസിംഗ് വരും, ഓഫീസസ് വരും. അപ്പോൾ ഇതൊക്കെ വരികയാണെങ്കിൽ ഈ പെയിൻസ് സിമെന്റ്സ് പോലത്തെ ബേസിക് ആയിട്ടുള്ള കമ്പനീസിനൊക്കെ നല്ല ഫ്യൂച്ചറാണ് വരുന്നത്. ബാങ്കിങ് പ്രൈവറ്റ് ബാങ്ക്സ് ജനറലി എല്ലാവരും പോസിറ്റീവാണ്. പബ്ലിക് സെക്ടർ ബാങ്ക്സ് NPAയുടെ ഇഷ്യൂ കൂടുതലാണ്. ഇന്നലെ തന്നെ PNBയുടെ റിസൾട്ട് വന്ന് വളരെ മോശമായി റിസൾട്ട്. കാരണം അവർ ഈ സ്റ്റീൽ സെക്ടേഴ്സും ഇൻഫ്രാസ്ട്രക്ചർ സെക്ടേഴ്സിലൊക്കെ ഒരുപാട് ലോൺ കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഒക്കെ ഈ പ്രൈസ് ഒരുപാട് ഡൗൺ ആയതുകൊണ്ട് ഇവർക്കൊക്കെ ഇൻവെന്ററി ലോസ് ഒരുപാട് വരുന്നുണ്ട്. ഈ കമ്മോഡിറ്റി കമ്പനീസിനൊക്കെ അതൊക്കെ ഇവരെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അവർ റീപേയിങ്ങിൽ. അപ്പോൾ എല്ലാം റീസ്ട്രക്ചർ ചെയ്യുന്നുണ്ട് ലോൺ ഒരുപാട്. പ്രൈവറ്റ് ബാങ്ക്സ് മേടിക്കാം. പ്രൈവറ്റ് ബാങ്ക്സ് ഒക്കെ എല്ലാം നല്ല പോസിറ്റീവാണ്. ഫെഡറൽ ബാങ്ക് പോസിറ്റീവ് സാർ, എടുക്കാം. ഫെഡറൽ ബാങ്ക് നോക്കാം, ICICI ബാങ്കും എടുക്കാം, ബൈ ചെയ്യാം. യുണൈറ്റഡ് ഫോസ്ഫറസ് ഡിപ്പെൻസ് സാർ. ഈ നല്ല മൺസൂൺ വരികയാണെങ്കിൽ നല്ല അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന ഒരു ഷെയറാണ്. നല്ല കമ്പനിയാണ് യുണൈറ്റഡ് ഫോസ്ഫറസ്. ബാങ്ക്സ് അതിൻ്റെ ഇത് നോക്കണം മാഡം, റിസൾട്ട് നോക്കണം. റിസൾട്ട് ഈ ആഴ്ച അടുത്ത ആഴ്ചയാണ് തോന്നുന്നത്. റിസൾട്ട് ഡേറ്റ് നോക്കണം. റിസൾട്ടിന് ഡിപ്പെൻഡ് ചെയ്യും. കാര്യം NPA ലെവൽ കുറയുകയാണെങ്കിൽ കയറി തുടങ്ങും. പബ്ലിക് സെക്ടർ ബാങ്ക് ഓരോരോ ലെവലിലാണ് NPA കാണിക്കുന്നത്. NPA കൂടുന്നതനുസരിച്ച് ഇത് ഇറങ്ങുന്നുണ്ട്. NPA കുറയുകയാണെങ്കിൽ ചാൻസ് ഉണ്ട്. കൺഫിനൻസ് ബൈ ചെയ്യാം സാർ. നെക്സ്റ്റ് ഇയർ നല്ല ഗ്രോത്ത്. നമ്മൾ വളരെ താഴെ റെക്കമെൻഡ് ചെയ്താണ്. ഇപ്പോഴും ഒരുപാട് കയറിയിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും 690 700 7 രൂപ ഡിവിഡൻഡും കൊടുത്ത് അത് മേടിച്ച് ധൈര്യമായിട്ട് മേടിച്ചു വെച്ചു. ഞങ്ങളൊക്കെ എല്ലാവരും മേടിച്ചൊരു PMSലൊക്കെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ വർഷം തന്നെ ഈസിയായിട്ട് 1000 റുപ്പീസിന് മേളിൽ പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ റിസൾട്ട് വന്നതും വളരെ നല്ലതാണ്. ഇപ്പോൾ അവരൊരു റൈറ്റ് ഇഷ്യൂ നടത്തിയിട്ട് അവർ കുറേ പൈസ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഡിപ്ലോയ് ചെയ്യുമ്പോഴത്തേക്ക് നാച്ചുറലായിട്ട് റിസൾട്ട്സ് വളരെ നല്ല രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിവിടെ വളരെ ലോ ലെവലിൽ റെക്കമെൻഡ് ചെയ്ത ഷെയർസാണ് കേട്ടോ. അത് നമ്മുടെ PMSൽ 2-3 പ്രാവശ്യം നമ്മളിവിടെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ സർവീസ് അത് നല്ല റിട്ടേൺ കൊടുത്തു സാർ. 23-24 ഇപ്പോൾ ഏകദേശം 65 ആയെന്ന് തോന്നുന്നു. 60-65 ട്രേഡ് ചെയ്യുന്നത്. എടുക്കാം, നല്ല കമ്പനിയാണ്. കൂടുതലും പവർ സെക്ടർ ഫിനാൻസ് ചെയ്യുന്ന PTC ഇന്ത്യ ലിമിറ്റഡിൻ്റെ ആണ് ഹോൾഡിംഗ് കമ്പനിയാണ്. PTC ഫിനാൻഷ്യൽ സർവീസസ്. എടുക്കാം, നല്ല കമ്പനിയാണ്. RSM ബൈ ചെയ്യാം, നല്ല ഡിവിഡൻഡ് കിട്ടും. പക്ഷേ ഇതാണ് ഈ പവർ സെക്ടറിൻ്റെ ഒരു പ്രോബ്ലമാണ് അതിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. ഇവർ ലോൺ കൊടുക്കുന്നവരുടെ ഗവൺമെന്റിന് ഗ്യാരണ്ടി ഉണ്ട്. പക്ഷേ ഈ കാര്യം ഈ പവർ ഈ കറണ്ട് ഈ ഇതുണ്ടല്ലോ, സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡെല്ലാം ലോസിലാണ്. അപ്പോൾ ഈ കൂടുതലും ഇവരുടെ ലോൺസ് എല്ലാം കൊടുക്കുന്നത് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലാണ്. കാര്യം കറണ്ടിന്റെ വില കൂട്ടാനാണെങ്കിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഇവരെന്ത് ചെയ്യും, ഈ ഇത്
കൂടുതൽ കടം മേടിച്ച് ഈ അവർ കറണ്ട് കൂടുതൽ പൈസയ്ക്ക് മേടിച്ച് കുറഞ്ഞ പൈസയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെല്ലാം ഫേസ് ചെയ്യുന്നുണ്ട്. ഇവർ കൂടുതലും അവർക്കാണ് ലോൺ കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഗവൺമെൻറ് ഗ്യാരണ്ടീഡാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഹൈക്ക് വരുന്നില്ല. അപ്പോൾ ഈ പവർ സെക്ടറിലുള്ള എന്തെങ്കിലും പുതിയ റിഫോംസ് ഒക്കെ വന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് അതുപോലത്തെ ഒക്കെ നല്ല രീതിയിൽ റിഫോം ചെയ്യുകയാണെങ്കിൽ ഇതിനൊക്കെ നല്ല ഫ്യൂച്ചർ ഉള്ളതാണ്. അതുകൊണ്ട് ഒരു ലെവൽ കഴിഞ്ഞിട്ട് ഇതൊന്നും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല ഈ ഷെയർസൊക്കെ. ഗോൾഡിൻ്റെ പ്രൈസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും സാർ. ഗോൾഡ് മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം നമ്മൾ ഈ 1-2 പ്രസൻറ്റേഷൻസ് ഒക്കെ നമ്മൾ തന്നതിനകത്ത് തന്നെ ഒരു പീരീഡ് ഓഫ് ടൈം ഗോൾഡ് ഒരു വേൾഡിൽ തന്നെ അണ്ടർ പെർഫോം ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. ഇപ്പം കഴിഞ്ഞ നമ്മളൊരു കണക്ക് നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ 35 ഇയേഴ്സിൻ്റെ കണക്ക് 89 മുതലുള്ള കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ശരിക്കും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 4 ടൈംസോ 5 ടൈംസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് 35 വർഷമായിട്ട് കയറിയിട്ടുള്ളൂ. അത് ഇന്ത്യൻ മാർക്കറ്റിൽ 28 ടൈംസ് കയറിയിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ റുപ്പി വന്നിട്ട് 7 ടൈംസ് ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ഗോൾഡിൻ്റെ ഒരു ചാം കഴിഞ്ഞു. ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് ഗോൾഡൊന്നും അടുത്തൊരു 5 വർഷത്തേക്ക് കയറാനായിട്ടുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ സോളാർ കമ്പനീസ് വളരെ കുറവാണ്. സോളാർ എനർജി അതുപോലെ ഒരുപാട് കോസ്റ്റ് ഉള്ള ഒരു ഫീൽഡാണ്. സോളാർ എനർജി വന്ന് ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുകയാണെങ്കിലും അത് സെറ്റപ്പ് ചെയ്യാൻ നല്ല ചാർജ് ആവും സെൽസിനൊക്കെ. അതുപോലെ ആ കറണ്ടിനെ നമുക്ക് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഡയറക്റ്റ് യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അത് ആ സ്പേസ് ഒക്കെ ക്ലീൻ ആയിട്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, ക്ലീൻ ആയിരിക്കണം. ഈ പൊടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ സോളാർ എനർജി കംപ്ലീറ്റ് ആയിട്ട് സെൽസിൽ ഇത് ചെയ്യത്തില്ല. അപ്പോൾ അതൊരു എമർജിങ് സെക്ടറാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ വളരെ കൂടുതലാണ്. കമ്പനീസ് ലിസ്റ്റഡ് പ്ലേയേഴ്സിൽ വളരെ കുറവാണ്. ഇവർ മോസർബിയർ കുറച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ കമ്പനി അത്ര ഒരു ഫണ്ടമെന്റലി സ്ട്രോങ് അല്ല. പിന്നെ 1-2 കമ്പനീസേ ഉണ്ട്. ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് പറയാം. നിപ്പോൺ ബാറ്ററീസ് ജനറലി നമ്മൾ ട്രാക്ക് ചെയ്യാത്തൊരു കമ്പനിയാണ്. കൂടുതലും ബാറ്ററിയിൽ നമ്മൾ കൂടുതൽ റെക്കമെൻഡ് ചെയ്ത് അന്ന് തൊട്ടേ അമരാജ ബാറ്ററീസ് ആണ്. സ്റ്റിൽ അത് റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതർ ബാറ്ററി കമ്പനീസ് കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നില്ല. ഹോക്കിൻസ് മേടിക്കാം, നല്ല ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ്. അത് ഈ പൊതുവേ ഈ സെയിൽസ് കുറവാണല്ലോ. ഈ റൂറൽ എക്കോണമി സ്ലോ ഡൗൺ ആയതുകൊണ്ട് ഈ ഹോം അപ്ലയൻസസിൻ്റെയൊക്കെ സെയിൽസ് പൊതുവേ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ പ്രസ്റ്റീജും TTK പ്രസ്റ്റീജ് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തത്. അതുപോലെയാണ് ഈ ഇതുപോലെ ഹോക്കിൻസ് ഒക്കെ കറക്റ്റ് ചെയ്യുന്ന മെയിൻ റീസൺ റൂറൽ എക്കോണമിയുടെ ഒരു ഇമ്പാക്റ്റ് ഇതിലൊക്കെ കാണുന്നുണ്ട്. ബൈ ചെയ്യാന്ന് ഓട്ടോ ആക്സിലറിൽ നമുക്ക് ഇതൊക്കെ നോക്കാം. ബാറ്ററി കമ്പനി നോക്കാം. നമ്മൾ എപ്പോഴും ഇറക്കുമ്പോൾ അമരാജ ബാറ്ററീസ് നോക്കാം. പിന്നെ ടയർ കമ്പനീസൊക്കെ നല്ലൊരു റാലി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇപ്പം ഈ റബ്ബറിൻ്റെ പ്രൈസ് കുറച്ച് ഹയർ ആവുന്നുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ 1 ഇയർ കിട്ടുന്ന റിട്ടേൺ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കമ്പനീസിൽ ഒരുപാടുള്ളത് ഇത് നോക്കാം. ബാറ്ററി കമ്പനീസ് തന്നെ എടുക്കാം ഓട്ടോ ആക്സിലറിയിൽ. അത് ഈ ആഫ്രിക്കയിൽ കുറേ ലോസ് ഉണ്ടാക്കിയിരിക്കുന്ന യൂണിറ്റ് അവരങ്ങ് വിറ്റ് അല്ലേ കൊടുത്തു. അതോടുകൂടി അവർ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. ബാങ്ക് ബിങ്സ് എടുക്കാം. അതിൻ്റെ എല്ലാം കൂടെ ഒരു റിഫ്ലക്ഷനാണ് അതിൽ വരുന്നത്. SBI നോക്കാം. SBI ആണ് ആദ്യമായിട്ട് അവർ ഈ ബാലൻസ് ഷീറ്റ് റിപ്പയർ ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് SBI ആണ്. ഒരിക്കൽ എത്ര 150 കോടിയെ പ്രോഫിറ്റ് കാണിച്ചോളൂ. 2000 crores 1800 crores നിന്ന് ഒരു ഒറ്റ അടിക്ക് കുറച്ചു. ആ സമയം തൊട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇവരാണ് ഈ ഒരുപാട് റിപ്പയർ ചെയ്യാനാണ് ബാലൻസ് ഷീറ്റ്. അതുകൊണ്ട് ഫസ്റ്റ് ഈ പ്രോബ്ലത്തിൽ നിന്ന് വെളിയിൽ വരുന്നതും മിക്കവാറും SBI ആയിരിക്കും. റെസ്പോൺസ് പൊതുവെ മെറ്റൽസ് ഷെയർസ് ഒക്കെ ഷോർട്ട് ടൈം കുറച്ച് ഒരു പുൾ ബാക്ക് വരും. ബട്ട് കമോഡിറ്റി പ്രൈസസ് ഒക്കെ കുറയുന്നതുകൊണ്ട് പൊതുവേ ഈ കമോഡിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഷെയർസിനൊന്നും ഒരു നിയർ ടൈം അതായത് 6 months 1 year നല്ല റിട്ടേൺ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. ഓക്കെ താങ്ക്സ്.